Lighter to Lighten Marthoma Study Forum. നമ്മള് ഇന്നത്തെ ഈ മീറ്റിംഗില് നമ്മളിപ്പം തുടർച്ചയായിട്ട് ഗാനങ്ങൾ ആലപിച്ച് പ്രാർത്ഥനയോടുകൂടിയാണല്ലോ നമ്മളിവിടെ ഇപ്പം മീറ്റിംഗ് നടത്തുന്നത്. ഇന്നത്തെ മീറ്റിംഗിൽ ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് മിസ്റ്റർ റോയ് ജോർജ് ആൻഡ് ഫാമിലിയാണ്. റോയ് ജോർജ് ഷാർജ മർത്തോമ പള്ളിയുടെ ഇടവമിഷൻ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം സംഗീത രംഗത്ത് ഗാനങ്ങൾ രചിക്കുകയും മ്യൂസിക് കമ്പോസ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ പാടുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് സുജ, യങ്ങർ സൺ മെൽവിൻ. അദ്ദേഹത്തിന് 2 ബോയ്സ് ആണ്. എൽഡർ സൺ എഡ്വിന് മണിപ്പാളിൽ എംടെക് ചെയ്യുമായതുകൊണ്ട് അദ്ദേഹത്തിന് പാടാൻ കൂടെ ചേരുവാൻ സാധിച്ചില്ല. ഷാർജ മാർത്തോമ പള്ളിയിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ് ബഹുമാനപ്പെട്ട റോയ് ജോർജ്. അദ്ദേഹത്തിന്റെ ഹോം പാരീഷ് പ്രയാർ ജെറുസലേം മർത്തോമ ചർച്ചാണ്. ചെങ്ങന്നൂരിനടുത്തുള്ള പ്രയാർ മർത്തോമ ചർച്ചിന്റെ അംഗമാണ്. ശ്രീ റോയ് ജോർജിനെയും ഫാമിലിയെയും നമ്മള് ഗാനം ആലപിക്കുവാനായിട്ട് ഇപ്പോൾ ക്ഷണിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമാണ് കരുണാരസരാശി എന്നുള്ള പാട്ട്. ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ രസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷമാരി നൽകേണം ദേവാ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷമാരി നൽകേണം ദേവാ. കരുണാരസരാശി കർത്താവേ കരളലിയേണം പ്രഭോ. തിരുമൊഴിയാലി ജഗമഖിലം നീ രചിച്ച ദേവ പരമേശ. തിരുമൊഴിയാലി ജഗമഖിലം നീ രചിച്ച ദേവ പരമേശ. തിരുസവിധേ സ്തുതിഗാനം പാടും അടിയങ്ങളെ നീ അനുഗ്രഹിക്കൂ. തിരുസവിധേ സ്തുതിഗാനം പാടും അടിയങ്ങളെ നീ അനുഗ്രഹിക്കൂ. കരുണാരസരാശി കർത്താവേ കരളലിയേണം പ്രഭോ. കരുണാരസരാശി കർത്താവേ കരളലിയേണം പ്രഭോ.
തിരുവചനം നിന്നാഴമായി നൽകി ഉള്ളങ്ങളെ നീ ഉണർത്തണമേ. തിരുവചനം നിന്നാഴമായി നൽകി ഉള്ളങ്ങളെ നീ ഉണർത്തണമേ. ആയിരം പാപികൾ മനവിന്ന് ഒരുക്കണമേ അങ്ങ് സ്വീകരിപ്പാൻ. ആയിരം പാപികൾ മനവിന്ന് ഒരുക്കണമേ അങ്ങ് സ്വീകരിപ്പാൻ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷമാരി നൽകേണം ദേവ. യേശു മഹേശ ശാശ്വതനാഥ ആശിഷമാരി നൽകേണം ദേവ. കരുണ രസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. കരുണാരസരാശേ കർത്താവേ കരളലിയേണം പ്രഭോ. വളരെ മനോഹരമായിട്ട് ഗാനം ആലപിച്ചു. വളരെ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നതും ശ്രീ റോയ് കെ ജോർജിനെ തന്നെയാണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദേശത്തിന്റെ നാനാഭാഗങ്ങളിലായി ചിതറി പാർക്കുന്ന ഇടങ്ങൾക്ക് ഒരുമിച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ പാദപീഠം ചേർന്ന് വരുവാൻ തക്കവണ്ണം ജീവിതത്തിൽ ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുക കർത്താവേ. ഒരു ദിവസക്കാലം കൂടെ ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ അതിശയവും അത്ഭുതമായി ഞങ്ങളെ ആയിരുന്ന സാഹചര്യങ്ങളിൽ അവിടുന്ന് പരിപാലിച്ചല്ലോ. നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവജനത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നാമത്തെ പാടി സ്തുതിക്കുവാൻ, തിരുവചനം ശ്രവിപ്പാൻ കർത്താവെ ഒക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ വിവിധങ്ങളായ ശുശ്രൂഷകളെയൊക്കെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിനായിട്ട് ഒരുങ്ങുന്ന മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അഭിഷേകത്തോടെ ദൈവകൃപയോടെ ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ മക്കളെയൊക്കെ ബലപ്പെടുത്തണം. ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്ന പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ കൃപയിൽ പൊതിയണമേ. നിന്റെ കർത്താവ് വചനം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് നിന്റെ മകനിലൂടെ ലഭിക്കാൻ ഈ സമയം ഞങ്ങളെ ഒരുക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന നിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന എല്ലാ ദൈവിക ശുശ്രൂഷകളും ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളോടെ, ഭാരങ്ങളോടെ, എന്തെങ്കിലുമുള്ള ആകുല ചിന്തയോടെ ഇതിന്റെ നടുവിലായിരിക്കുമ്പോൾ കർത്താവെ, ഈ മീറ്റിംഗ് കടന്ന് കഴിഞ്ഞു പോകുമ്പോൾ കർത്താവെ, അനുഗ്രഹത്തോടെ, സന്തോഷത്തോടെ, വിടുതലോടെ, പ്രത്യാശയോടെ ഞങ്ങൾക്ക് കർത്താവെ ആയിരിക്കാൻ തക്കവണ്ണം സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദിവസം നിന്റെ സാന്നിധ്യത്തിന്റെ മറയും മറയ്ക്കണം. ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണം. ദൈവനാമം മഹത്വം എടുക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയുടെ യാചിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. താങ്ക് യു വെരി മച്ച്. അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിനായിട്ട് ദൈവത്തിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വെബിനാർ 207ാമത്തെ വെബിനാറാണ്. തുടർച്ചയായിട്ട് നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. നമ്മള് 2020 ജൂലൈ മാസം 25-ാം തീയതി ആണ് നമ്മള് ഈ വെബിനാർ സംവിധാനം ആരംഭിച്ചത്. ഇന്ന് ഈ ജൂലൈ മാസം ഏകദേശം 4ാമത്തെ വർഷം പൂർത്തിയാകാൻ ഇനി 1-2 വെബിനാർ കൂടിയേ ഉള്ളൂ. 4 വർഷം തുടർച്ചയായിട്ട് ഇത് മുടങ്ങാതെ നടത്തുവാൻ സാധിച്ചതിന് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഈ വേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മോഡറേറ്ററായിട്ട് നമ്മളെ ക്ഷണിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട AV ഇട്ടി സാറിനെയാണ്. പ്രൊഫസർ AV ഇട്ടി
സാറിനെ നമുക്ക് സാറിനെ ഒരു മുഖവരയുടെയോ ഒരു പരിചയപ്പെടുത്തലിന്റെയോ ആവശ്യം ഈ ഗ്രൂപ്പിലില്ല. എന്നാലും ആരെങ്കിലും പുതിയതായിട്ടുള്ളെങ്കിൽ മനസ്സിലാക്കുവാനായിട്ട് ഞാൻ പറയുന്നു. മാവേലിക്കര മൂർ കോളേജിന്റെ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് റിട്ടയർഡ് ചെയ്ത വ്യക്തിയാണ് ഇട്ടി സാറ്. ഇട്ടി സാറിനെ സംബന്ധിച്ച് മാർത്തോമാ സഭയുടെ എല്ലാ മേഖലകളിലും സജീവമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം സഭാ കൗൺസിൽ അംഗമായിരുന്നു. സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സന്നദ്ധ സുവിശേഷ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സജീവമായിട്ട് പ്രവർത്തിക്കുകയും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൂടാതെ അഡോർ എന്ന് പറയുന്ന പ്രസ്ഥാനം സാറിന്റെ എസ് കെ എബ്രഹാം സാറെല്ലാം കൂടെ നേതൃത്വം കൊടുത്ത ആ പ്രസ്ഥാനത്തിന്റെ കൂടെ ഇന്ന് പ്രവർത്തിക്കുകയും ഒറീസയിലെ പ്രവർത്തനങ്ങൾക്ക് നാട്ടിൽ ഇന്ന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത വ്യക്തിയാണ്. എല്ലാവർക്കും അറിവുള്ള വ്യക്തി. നമ്മുടെ മാർത്തോമാ സഭയിൽ എല്ലാവരും അറിയും. അനവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. സാറിനെ ഇന്നത്തെ യോഗം മോഡറേറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ ഹാർദമായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൽ പ്രിയരെ, തുടർച്ചയായിട്ട് 206 വെബിനാർ നടത്തുവാൻ അവസരം ലഭിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ നമ്മൾ 207ാമത്തെ വെബിനാർ സമാരംഭിക്കുവാണ്. ഇന്നത്തെ വെബിനാറിലെ മുഖ്യ പ്രഭാഷണം നടത്താനായിട്ട് നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ CP റോബർട്ടിനെയാണ്. ഒരു കാർഷിക മേഖലയിലെ മാർത്തോമാ സഭയിലെ ഒരു പ്രമുഖ വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഒരു കൃഷിശാസ്ത്ര പണ്ഡിതൻ എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ CP റോബർട്ട്. അദ്ദേഹം നമ്മുടെ കാർഡുമായിട്ട് സഹകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിലെ സീനിയർ സയന്റിസ്റ്റ് ആണ്. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ തലവനായിട്ട് ഈ പത്തനംതിട്ട ജില്ലാ കൃഷി വികസന വിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ കാർഡുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് തെള്ളിയൂർ ആശ്രമാനമായിട്ട് നമ്മുടെ NCRD-യുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രവർത്തനങ്ങൾ കൂടുതലും മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഹെഡുമാണ് CP റോബർട്ട് സാറ്. 2006 മുതൽ നമ്മുടെ ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ ഹെഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനു മുമ്പ് ഒരു 5 വർഷക്കാലം അദ്ദേഹം കേരള ഗവൺമെന്റിന്റെ ലോക്കൽ സെൽഫ് വകുപ്പിന്റെ അട്ടപ്പാടി ഹിൽസ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനു മുമ്പ് സ്റ്റേറ്റിന്റെ കാർഷിക വകുപ്പിലെ കാർഷിക ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിക്കുമായിരുന്നു. WCCയുടെ ക്ലൈമറ്റ് ചേഞ്ച് അഡ്വക്കേസി ഗ്രൂപ്പ് ഓഫ് ആക്ട് അലയൻസ് ജനീവ അംഗമായിരുന്നു. മാർത്തോമാ സഭയുടെ പരിസ്ഥിതി കമ്മീഷനിലെ മുൻ മെമ്പറായിട്ട് ആയിരുന്നു. കമ്മീഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാറ് ഓതറ എബനേസർ മാർത്തോമാ ഇടവക അംഗമാണ്. സാറിന് ഇന്നത്തെ മീറ്റിംഗിന്റെ വിഷയം ആത്മീയതയും കൃഷിയും ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്നുള്ള വിഷയമാണ്. പ്രസ്തുത വിഷയത്തിലെ പേപ്പർ അവതരിപ്പിക്കാനായിട്ട് പ്രഭാഷണം നടത്തുവാനായിട്ട് ബഹുമാനപ്പെട്ട CP റോബർട്ട് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഇട്ടി സാർ, ശ്രീ വിൽസൺ, അതുപോലെ തന്നെ മറ്റ് അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 207ാമത് മീറ്റിംഗിൽ ആത്മീയതയും കൃഷിയും ക്രിസ്തീയ വീക്ഷണത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു പ്രഭാഷണമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ശ്രീ വിൽസൺ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പണ്ഡിതനൊന്നുമല്ല. ഞാൻ കാർഷിക രംഗത്ത് കുറച്ച് നാൾ പ്രവർത്തിച്ച ഒരു പ്രായോഗിക പരിചയമാണ് എനിക്ക് ഉള്ളത്. ഞാൻ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രം എന്ന് പറയാൻ പത്തനംതിട്ട ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രം കാർഡാണ് ഹോസ്റ്റ് ഓർഗനൈസേഷൻ. ഇതിൽ മാർത്തോമാ സഭയുടെ ഒരു വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഭൂമിയും അതിലുള്ള എല്ലാത്തിനെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാർഷിക മേഖലയിൽ ഒരു അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ICR എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, അതായത് നമ്മുടെ നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് സിസ്റ്റം, അതിൻ്റെ ജില്ലാതലത്തിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ നൽകാനുള്ള സംവിധാനമാണ് കൃഷി വിജ്ഞാന കേന്ദ്രം.
ഇന്ന് ഭാരതത്തിൽ 731 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രമാണ് കാർഡ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ചെയർമാനായിട്ട് അഭിനന്ദ യോക്കിം മാർ കുർലോസ് തിരുമേനി പ്രവർത്തിച്ച് വരുന്നു. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഞാനിന്ന് പ്രധാനമായിട്ടും ആത്മീയതയും കൃഷിയും ക്രിസ്തീയ വീക്ഷണത്തിലെന്ന് പറയുമ്പോൾ എനിക്കൊരു ആശങ്കയുണ്ട്. കാരണം ഞാൻ പ്രത്യേകിച്ച് ഒരു വേദ പണ്ഡിതനൊന്നുമല്ല. എന്നാൽ കൃഷിയിൽ കുറച്ച് അറിവുകൾ എനിക്കുണ്ട്, അത്രമാത്രം. അതുകൊണ്ട് സദയം എന്നെ സഹിക്കുക അല്ലെങ്കിൽ സഹകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഞാൻ പ്രധാനമായിട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ദൈവവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു ക്രിയേഷനും നമുക്ക് തന്നിട്ടുള്ള അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ നമുക്ക് ഒരു സഭ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തികളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു അവലോകനം തരുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബൈബിൾ എടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ നമ്മുടെ ബൈബിൾ വാക്യം തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇതിനെ കാണുന്നത് ഒരു 7 ദിവസത്തെ ഒരു പ്രോസസ്സായിട്ടാണ് നമ്മുടെ ഒരു ഭൂമിയെയും ആകാശവും അല്ലെങ്കിൽ അതിൻ്റെ ചരാചരങ്ങളെയും മനുഷ്യനെ ഉൾപ്പെടെ സൃഷ്ടിച്ചു എന്ന് കാണുന്നത്. അതായത് ഉൽപ്പത്തിയിൽ പറയുന്നത് ആദി ആകാശം ഭൂമി സൃഷ്ടിച്ചു, പിന്നെ 2-ാം ദിവസം ആകാശം, പിന്നെ ഭൂമി, അങ്ങനെ വന്ന് 4-ാം ദിവസം സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും വന്നു, പിന്നെ 5-ാമത്തെ ദിവസം ജലജന്തുക്കൾ, പറവജാതികൾ, 6-ാമത്തെ ദിവസം മൃഗങ്ങൾ, ഇഴജാതികൾ, കാട്ടുമൃഗങ്ങൾ, മനുഷ്യൻ നിലത്ത് പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. 5-ാം ദിവസം ദൈവം സ്വസ്ഥമായി ഇരുന്നു എന്നുള്ളതാണ്. എനിക്കിത് വേദപുസ്തകവും അത് സയന്റിഫിക് ടെമ്പറാമെന്റും കൂടെ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ എൻ്റെ വിശകലനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കുക. നമ്മളിത് വേദപുസ്തകം വിശകലനം ചെയ്യുമ്പോൾ ഈ 7 ദിവസം എന്ന് പറയുന്നത് ഒരു മിയർലി ഒരു 7 ദിവസമാണോ? കാരണം ഒരു സിംബോളിക് ആയിട്ടാണ് നമുക്ക് ഈ ഒരു 7 ദിവസത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പറയുമ്പോൾ 2 പത്രോസ് 3:8 പറയുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസവും പോലെയും ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനം 90:4 പറയുന്നത്, 1000 സംവത്സരങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ആയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്ന ബൈബിളിൽ പറയുന്ന ഒരു ദിവസം ഒരു പക്ഷേ ഒരു ദശലക്ഷമോ അല്ലെങ്കിൽ 100 കോടി വർഷമോ അല്ലെങ്കിൽ 1000 വർഷമോ ആയിട്ട് നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അപ്പം ദൈവമായ കർത്താവ് ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്കുണ്ടാക്കി തന്ന ഒരു ഭൂമി, ഇതിൻ്റെ ഒരു സ്റ്റുവാർഡ്ഷിപ്പാണ് നമ്മൾ മനുഷ്യരുടെ കയ്യിൽ നമുക്ക് എത്തിച്ച് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യ വിചാരകത്വം, അതിൽ അധികാരമുണ്ട്, എന്നാൽ ഉത്തരവാദിത്വം കൂടെ ഉണ്ട്. നമ്മുടെ ഉൽപ്പത്തി 2:15 പറയുന്നത്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ കാപ്പാനും അവിടെ ആക്കി എന്നാണ് പറയുന്നത്. അതായത് നമ്മളെ ദൈവത്തിൽ നിന്ന് സ്വല്പം മാത്രം താഴ്ത്തി, അതായത് ഭൂമിയിലെ സകല സൃഷ്ടികളെയും മനുഷ്യന്റെ ഒരു കാൽ കീഴിലാക്കുന്ന ഒരു പ്രക്രിയയിലാണ് ദൈവം ചെയ്തത്. എന്നാൽ അവിടെ തന്നെ പറയുന്നുണ്ട്, സസ്യങ്ങളും മറ്റ് മൃഗാദികൾക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം പറയുന്നുണ്ട്, നമ്മുടെ ദൈവം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റുവാർഡ്ഷിപ്പ്, ഒരു കൺസർവേഷൻ സ്റ്റുവാർഡ്ഷിപ്പ് നമുക്ക് ഒരു കാര്യവിചാരകത്വം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള സകലവും അതിൻ്റെ പരിപാലനവും പുനഃസ്ഥാപനവും നീതിയുക്തമായിട്ടുള്ളൊരു പരിചരണവും ആണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇത് പറയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് ഞാൻ പറയുന്നത്, ഒരു ശാബത്ത് ഓഫ് ദ ഇയർ. നമ്മൾ അറിയാം, 7-ാമത്തെ ദിവസം നമ്മൾ ശബത്തായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു വർഷിപ്പും ഒരു റെസ്റ്റിനുമായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഇതിലെ ശബത്ത് എന്ന് പറയുമ്പോൾ യഹൂദർക്ക് സൺസെറ്റ് ഓഫ് ഫ്രൈഡേ ടു, അതായത് ഫ്രൈഡേ ഈവനിങ് ടു സാറ്റർഡേ ഈവനിങ് ആണ്. നമുക്ക് ക്രിസ്ത്യൻസിന് നമ്മൾ ഞായറാഴ്ചയാണ് ഒരു ശബത്ത് ആയിട്ട് കാണുന്നത്.
എന്നാൽ ദൈവമായ കർത്താവ് സീനായിൽ നിന്ന് ഈ മോശയോട് പറയുന്നത്, ഇസ്രായേൽ മക്കളെയും കൊണ്ട് പോകുമ്പോഴേ പറയുന്നത്, ആ ദേശത്ത് കനാൻ ദേശത്ത് എത്തിയതിന് ശേഷം ഈ 6 വർഷം നിങ്ങൾ കൃഷി ചെയ്തിട്ട് 1 വർഷം നിങ്ങൾ അത് ആം, വെറുതെ വിടണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുന്തിരിത്തോട്ടത്തിലെ വള്ളികളുടെ തലപ്പ് 6 വർഷം കട്ട് ചെയ്തതിന് ശേഷം 1 വർഷം വെറുതെ ഇടണമെന്ന് പറഞ്ഞു. ഇത് ബേസിക്കലി ഒരു കൺസർവേഷൻ പ്രോസസ്സാണ്. അതായത് 7-ാം വർഷം നമ്മൾ അതായത് ഇതിനെ ഫ്രീ ആയിട്ട് വിട്ട് അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ അതിലുള്ള ഫ്ലോറ ഫോണ ഇതെല്ലാം വളർന്ന് വന്ന് അത് വീണ്ടും സോയിലിന്റെ മണ്ണിന്റെ ഒരു ഫെർട്ടിലിറ്റി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയാണ് ഇതിൽ കൊണ്ടുവരുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ കാണുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ, നാഗാലാൻഡ്, മേഘാലയ, മിസോറാമിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും അനുവർത്തിക്കുന്നുണ്ട്, എന്നാൽ കോമൺ അല്ല. അന്നൊക്കെ അവർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അതായത് ചെയ്യുമായിരുന്നു. അതായത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ അവിടെ വില്ലേജുകളാണ്, ട്രൈബൽസ് താമസിക്കുമ്പോൾ വില്ലേജിന്റെ അധീനതയിൽ കുറച്ച് സ്ഥലമുണ്ടാവും. ആ സ്ഥലത്ത് അവര് മരങ്ങളൊക്കെ വെട്ടി, കുറച്ച് മരങ്ങൾ വെട്ടി ഷെയ്ഡ് കൊടുത്ത് ചെറിയ തോതിൽ ഇളക്കി അവിടെ പല രീതിയിലുള്ള ധാന്യങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്ത് ഒരു 7-8-10 വർഷം കഴിയുമ്പോൾ അവിടെ വീണ്ടും വെറുതെ വിട്ടിട്ട് അടുത്ത ഏരിയയിലേക്ക് കൃഷിക്ക് പോകുന്ന ഒരു രീതി ഉണ്ട്. ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, അതായത് ഒരു ഇക്കോളജിക്കൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം. എനിക്ക് തോന്നുന്നു നമ്മളോട് പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ വെറുതെ 1 വർഷം ഇടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ഒന്നല്ല, നമുക്ക് വേണേൽ 10-20 വർഷം വേണേൽ ഇടാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. കാരണം നമുക്ക് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ, അത് സഭയായിട്ടും അതുപോലെ തന്നെ അല്ലാതെ വ്യക്തികളായിട്ടും കിടക്കുന്ന സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനോടുള്ള നമ്മുടെ കടപ്പാടില്ലായ്മയ്ക്ക് ഉള്ള ഒരു സൂചനയായിട്ട് ഞാൻ അതിനെ കാണുന്നു. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലീനിങ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മുടെ ലേവ്യ പുസ്തകം 19-ന്റെ 9-10 വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ നിലത്തെ വിളകൾ നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികത്ത് തീർത്തും കൊയ്യരുത്, നിന്റെ കൊയ്ത്തിന്റെ ഇത് പെരുകരുത്, കാല പറക്കുകയരുത് എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈൽഡിന്റെ ഒരു ഷെയർ പറവജാതികൾക്കും പക്ഷിമൃഗാദികൾക്കും അതുപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ട ആളുകൾക്കും കൊടുക്കുന്ന ഒരു രീതി, അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ ഗ്ലീനിങ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് പല പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഈ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന രീതിയുണ്ട്, നമ്മൾ അല്ലെങ്കിൽ ഉച്ചഭക്ഷണം നമ്മൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ പൈസ കൊടുത്ത് സഹായിക്കാതെ ആഴ്ചയിൽ 1 ദിവസം നമുക്ക് ഫുഡ്, ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിക്കാതിരുന്ന് ആ ആഹാരം ആവശ്യമുള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ നമ്മൾ പറയും, ഒരു നേരത്തെ ആഹാരത്തിന്റെ പൈസ ഞാൻ അങ്ങ് തരാമെന്ന് പറയുന്നൊരു രീതി നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് എ മീൽ എ വീക്ക് ആൻഡ് ഫീഡ് എ പേഴ്സൺ എ വീക്ക് എന്നുള്ള രീതിയിൽ, ഇതിൽ മണിയല്ല, നമ്മുടെ ഒരു റിസോഴ്സ്, നമുക്ക് നമ്മുടെ ആഹാരം ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ കാര്യവിചാരകത്തിൽ നമ്മളെ ദൈവം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു വരാം. പിന്നെ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കൺസർവേഷൻ അഗ്രികൾച്ചറാണ്. അതായത് നമ്മുടെ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസർവേഷൻ, അതായത് നമ്മളത് റിസോഴ്സസ് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് അധിക ചൂഷണം ഇല്ലാതെ നമ്മൾ അതിനെ ഒരു തലത്തിൽ കൺസർവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അത് നമ്മളെ ആവർത്തന പുസ്തകം 22-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ പക്ഷിയെ കുഞ്ഞുങ്ങളോട് കൂടിയോ അല്ലെ മുട്ടയോട് കൂടി കാണുകയാണെങ്കിൽ, ദൈവമായ കർത്താവ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിലെ കുഞ്ഞുങ്ങളെയും മുട്ടയും വേണേൽ നമുക്ക് എടുക്കാം, കുഞ്ഞുങ്ങളെ കൊണ്ടുപോക്കോ, തള്ളപ്പക്ഷിയെ നമ്മൾ വെറുതെ വിടുക എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഇക്കോളജിക്കൽ ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് തള്ളപ്പക്ഷി എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷൻ അല്ലെ ഒരു ജനറേഷനെ റെപ്രസെന്റ് ചെയ്യുകയും
അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ 1 2 അല്ലെങ്കിൽ എടുത്താൽ അതൊരു കൺസർവേഷൻ, അതായത് നേച്ചറിന്റെ ഒരു നാച്ചുറൽ ഒരു പ്രൊട്ടക്ഷൻ, അതായത് ഓവർ പോപ്പുലേഷൻ ഇല്ലാതെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പറയുമ്പോൾ എനിക്കൊരു എക്സാമ്പിൾ പറയാനുള്ളത് നമ്മുടെ ഓസ്ട്രേലിയയില് 1859 തോമസ് ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സെറ്റിലർ, അതായത് UK നിന്ന് പോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 24 മൊയലിനെ ഓസ്ട്രേലിയയിൽ വിക്ടോറിയ എന്ന് പറയുന്ന സ്ഥലം അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ കൊണ്ട് വിടുകയുണ്ടായി. ഇത് വിട്ടുകഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒരു പ്രഡേറ്റർ, അതായത് തിന്നാനുള്ള ഒരു പ്രഡേറ്റർ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് അങ്ങ് കൂടി. ഈ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അഗ്രികൾച്ചർ സംവിധാനങ്ങൾ മുഴുവൻ അത് ഡാമേജ് ചെയ്ത് തിന്നുന്ന ഒരു ലെവലിലേക്കുണ്ട്. പിന്നെ അവര് ഫെൻസിങ്ങും ഈവൻ വൈറസ് വെച്ചുള്ള ഡിസീസ് വൈറസ് ഇൻസെക്ട് ഇഞ്ചെക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡിസീസ് കൊണ്ടുവന്ന് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോപ്പുലേഷൻ മാനേജ്മെന്റ് ഇല്ലാതെ വരുന്ന ഒരു കാര്യം ആണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചൈനയില് 1859-62 അത് ഈ മാവോ സേതുങ്ങിന്റെ സമയത്താണ്. അതൊരു 4 പെസ്റ്റ് കമ്പയിൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് എലി, അതുപോലെ തന്നെ മോസ്കിറ്റോ, ഫ്ലൈ, പിന്നെ ഒരു സ്പാരോ, ചെറിയ കിളിയാണ്. അപ്പൊ ഈ ഇതുകളില് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്നൊരു പീരീഡ് ആണത്, മാവോ സേതുങ്ങിന്റെ പീരീഡിൽ. അപ്പം ഇതിൻ്റെ അകത്ത് ഈ 4 പെസ്റ്റ് ക്യാമ്പയിനില് ഈ സ്പാരോയെ അവർ നശിപ്പിക്കാൻ, അതായത് ഈ കിളി ധാന്യങ്ങളെല്ലാം തിന്ന് നശിപ്പിക്കുന്ന ഒരു രീതി വന്നു. ഇപ്പം ഒരുപാട് നഷ്ടം ക്രോപ്പ് ഈൽഡിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവര് ഈ കിളികളെ മുഴുവൻ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അവസാനം എന്ത് പറ്റി, കിളികളിൽ നിന്നുണ്ടാകുന്ന നഷ്ടത്തെക്കാട്ടി കൂടുതലായി അവിടെ ഉണ്ടാകുന്ന ഒരു ഫെമിനിലേക്ക് നയിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളി വന്ന ഇൻസെക്റ്റുകളെയും മറ്റും പറക്കി തിന്നു കഴിയുമ്പോൾ ആ ഡിസീസ് മാനേജ്മെന്റ്, ഒരു ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ഒരു പെസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം അവിടെ നാച്ചുറലി ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് അത് വരുന്ന ഒരു രീതിയിലേക്ക് വരികയുണ്ടായി. അപ്പൊ ഇതിൻ്റെ അകത്ത് ബേസിക്കലി നമ്മളൊരു കൺസർവേഷൻ അഗ്രികൾച്ചർ പറയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ഇവിടെ അറിയാം, നമുക്ക് റബ്ബർ കൃഷി, നമ്മുടെ കേരളമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ പറയുമ്പോഴും കാർബൺ സിങ്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് എയർ, നമുക്ക് ഏറ്റവും നല്ല ഒരു എയർ ബ്രീത്ത് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്ഥലം നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ജില്ല, പത്തനംതിട്ട ജില്ല, കേരളം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇതില് നമുക്ക് റബ്ബർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ 80-90% പ്രൊഡക്ഷനും ഏരിയയും നമുക്ക് തന്നെയാണ്. ഏകദേശം 5-5.5 ലക്ഷം ഹെക്ടറാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അവിടെ നമ്മൾ ഈ വില കുറഞ്ഞ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ വെട്ടാതായി അവിടെ അങ്ങൊരു കൺസർവേഷൻ കൂടാരമായി. ഇപ്പൊ വൈൽഡ് ബോറിന്റെ ഒരു അറ്റാക്ക് വലിയ പ്രശ്നമായിട്ട് വന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു, കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളത് വേണ്ടുന്ന രീതിയിൽ ഒരു കാര്യവിചാരകത്വം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളത്. കങ്കാണി എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഇതില് നമ്മൾ പുതുതായിട്ട് ഇപ്പം ഓർഗാനിക് ഫാമിംഗ് നമ്മൾ പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ റബ്ബറും സ്പൈസസും ഒക്കെ ഒഴിച്ച് ബാക്കി നമുക്ക് ഏതാണ്ട് 2% ഉള്ളൂ റൈസിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ കേരളത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. ബാക്കിയെല്ലാം പച്ചക്കറി ആണെങ്കിൽ ഒരു 60% നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു കൺസർവേഷൻ അഗ്രികൾച്ചർ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ കൊമേഴ്സ്യൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത്, ഒരു ട്രഡീഷണലും സയന്റിഫിക് ടെമ്പറാമെന്റും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു കൃഷി സമ്പ്രദായം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇപ്പം എനിക്കറിയാം, ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മിക്കവാറും ആളുകൾ മർത്തമക്കാർ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൃഷിയല്ല നമ്മുടെ മേജർ ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ലെ ഒരു ലൈവ്ലിഹുഡ്. എന്നാൽ നമുക്കുള്ള സ്ഥലങ്ങൾ നമ്മൾ വെറുതെ ഇടുന്നതിനെക്കാട്ടിൽ നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്കൊരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി കിട്ടുന്ന വിഷലിപ്തം ആയിരിക്കണം എന്ന്. നമുക്ക് കൃഷി ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഓർഗാനിക് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും. അപ്പം ഇതില് നമുക്ക് ഈ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ ഇതൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ കൗടം കൊണ്ട് അല്ല അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാവുന്ന ഒരു നാച്ചുറൽ ഫാമിംഗ് മെത്തേഡ്സ് നമുക്ക് അവലംബിക്കാവുന്നതാണ്.
ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു കൺസർവേഷൻ എന്ന് പറയുമ്പം ഈ പലപ്പോഴും നമ്മുടെ ഇപ്പം അറിയാം, നമുക്ക് ഈ കഴിഞ്ഞ വർഷം മഴ ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ചൂട് കൂടുതലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് പുതയിടിയില്ല. നമ്മുടെ കൃഷികൾക്ക് പുതയിടുന്ന ഒരു രീതി നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു വിള പരിക്രമണം, അതായത് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയും. ഇപ്പം കൃഷി ചെയ്യുന്നത് തന്നെ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാതെ നമ്മൾ വേറൊരു ഇപ്പം നെല്ല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സമ്മർ സീസണിൽ നമുക്ക് പയറ് വേണമെങ്കിൽ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ പച്ചക്കറികൾ ചെയ്യാം. അങ്ങനെ ഒരു 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 രീതിയിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്, ഇപ്പം കെമിക്കൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യേണ്ട. ഇപ്പം നമ്മൾ പറയും കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിഷലിപ്തമാണ് എന്ന് നമ്മൾ പറയും. പക്ഷെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രൊഡ്യൂസുകൾ അനലൈസ് ചെയ്ത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ അതിൽ പറയുന്നത് ചില്ലിയിൽ മാത്രമേ റെസിഡ്യൂ നമുക്ക് കണ്ടിട്ടുള്ളൂ. മറ്റ് പച്ചക്കറികളിൽ, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിലൊന്നും അത്ര റെസിഡ്യൂസ് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇന്റഗ്രേറ്റഡ്, അതായത് നമ്മുടെ ഇന്റഗ്രേറ്റഡ് രീതി, ഇപ്പൊ നമുക്ക് നമ്മുടെ കീടങ്ങൾ പച്ചക്കറി കണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ എടുത്ത് കളയാവുന്ന ഒരു രീതികളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മളൊരു കണ്ടിന്യൂസ് ഒരു ഇതിലേക്ക് പോകണം. നമുക്കറിയാം ഈ നെല്ലിന്റെ കൃഷിയിൽ തന്നെ അതിന്റെ തണ്ടുതുരപ്പൻ കൺട്രോൾ ചെയ്യാനും വേണ്ടി ഒരു ബയോ കൺട്രോൾ മെത്തേഡ് ഉണ്ട്. അതായത് ഈ നമ്മുടെ ട്രൈക്കോഗ്രാമ കിലോനിസ് എന്ന് പറയും. ഇത് ഒരു ബെനിഫിഷ്യൽ ഒരു ഇതാണ് പ്രെഡേറ്റർ ആണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർസിറ എന്ന് പറയുന്ന നമ്മുടെ ഈ റൈസിന്റെ ഒരു ഇതുണ്ട്, റൈസ് സ്റ്റോറേജ് പെസ്റ്റ് ആണ് കോർസിറ. അതിന്റെ മുട്ടയിലാണ് നമ്മൾ ഇതിനെ അത് കൊടുക്കുക. അതിൽ ആണ് ഇതിനെ വളർത്തിയെടുത്തിട്ട് ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു ട്രൈക്കോഗ്രാമ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്റ്റെംബോറർ നമ്മുടെ അത് ഏകദേശം 75% വരെ നമുക്ക് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആവരണ വിളകൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിന്റെ കണ്ടീഷനിൽ അത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ആനുവൽ ക്രോപ്സ്, അത് ആനുവൽ അല്ല, പെരിനിയൽ ക്രോപ്സ് ആണ് നമ്മൾ കൃഷി ചെയ്യുന്നത് പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മണ്ണൊലിപ്പ് തടയാൻ നമുക്ക് ആവരണ വിളകളൊക്കെ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൽ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ നമുക്കറിയാം, നമുക്ക് ഈ വർഷം ഉണ്ടായ ഇത് വേനലും അതിന് ശേഷമുണ്ടായ മഴയും ഒക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥ വ്യതിയാനമാണ് നമുക്ക് ഉള്ളത്. ഇതില് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്ലോബൽ നമ്മുടെ ഒരു വാർമിങ്ങിലേക്ക്, അതായത് ഒരു ടെമ്പറേച്ചർ, അതായത് ഒരു 2030 കൂടി, അതായത് നമ്മുടെ ഒരു പ്രീ ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡിലെ 0.5 to 1 ആയിരുന്ന ടെമ്പറേച്ചർ 2030 കൂടി നമ്മളെ ഒരു മാനേജ് ചെയ്തില്ലെങ്കിൽ 1.5 ഡിഗ്രിയിലേക്കും 2050 ആകുമ്പോഴത്തേക്ക് 2 to 2.7 ഡിഗ്രിയിലേക്കും പോകുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ ഇതിലേക്ക് കാണുന്നത്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനാണ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് നമ്മുടെ പ്രധാനമായിട്ടും ഡിഫോറസ്റ്റേഷനിൽ കൂടി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനിൽ കൂടി ഉണ്ടാകുന്ന അത് മീഥേൻ ഗ്യാസ്. നമ്മുടെ ഇപ്പം അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അതൊരു കോസും വിക്ടിം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അഗ്രികൾച്ചർ പ്രാക്ടീസ് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ പ്രോബ്ലം, മീഥേൻ ഗ്യാസിന്റെ പ്രൊഡക്ഷനും കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത് ഒരു വിക്ടിമോടായി നമ്മുടെ ഈൽഡ് കുറയ്ക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ മീഥേൻ ഗ്യാസ്, അതുപോലെ നൈട്രസ് ഓക്സൈഡ്, ഇത് അഗ്രികൾച്ചറും അതുപോലെ ഇൻഡസ്ട്രിയൽ ഇതിൽ നിന്നുണ്ടാകുന്നു. കൂടുതൽ വളം യൂസ് ചെയ്യുമ്പം നൈട്രസ് ഓക്സൈഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഫ്ലോറിനേറ്റഡ് ഗ്യാസസ് നമുക്ക് ഇൻഡസ്ട്രിയൽ സംവിധാനത്തിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഡൽഹി താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം, നമ്മുടെ ആ ഒരു നവംബർ ഡിസംബർ അല്ലെങ്കിൽ പീരീഡിലെ ഒരു എയർ പൊല്യൂഷൻ എക്സ്ട്രീമാണ്. അതിനെ പ്രധാനമായിട്ടും പറയുന്ന കാര്യം, പഞ്ചാബിൽ കർഷകര് പാടി സ്ട്രോ, നമ്മുടെ വൈക്കോൽ നെല്ല് ഹാർവസ്റ്റിന് ശേഷം കത്തിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ PL 480 എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു ആക്ട്, അതുകൊണ്ടാണ് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുക, ഫുഡ്
അവിടുന്ന് ഡൊണേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കിട്ടിയ ഗോതമ്പ് കൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിച്ചത്. എന്നാൽ 1960 കൂടി ഒരു ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടി നമ്മുടെ രാജ്യത്തിന്റെ ഫുഡ് പ്രൊഡക്ഷൻ, പ്രത്യേകിച്ച് നമ്മുടെ സീരിയൽസ്, റൈസ്, വീറ്റ് ഒക്കെ നമുക്ക് സർപ്ലസ് ആണ്. നമ്മൾ ഏകദേശം ലോകത്തിന്റെ പ്രൊഡക്ഷനിൽ തന്നെ ഏകദേശം 10-20% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഈ പഞ്ചാബിൽ വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചാബില് നോർമലി ജൂൺ ടു ഒക്ടോബർ പീരീഡിൽ അവര് നെല്ല് കൃഷി ചെയ്യും. അതിൽ കൂടുതലായിട്ടും ഈ നോർത്തേൺ ഡിസ്ട്രിക്റ്റ് ആണ്, ഈ അമൃത്സർ, ഗുരുദാസ്പൂർ ആ ഏരിയയിലാണ് ഈ ഒരു പ്രത്യേകിച്ച് ബാസ്മതി കൃഷി ചെയ്യുമ്പോൾ ഒരു 120 to 150 days ആണ് അതിന്റെ ഒരു പ്രൊഡക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പീരീഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ വീറ്റ് കൾട്ടിവേഷൻ ആണ്. അതും ഇതുപോലെ തന്നെ ഒരു 5 മാസം, ഏപ്രിൽ വരെ നീളും. നവംബറിൽ അവർക്ക് കൃഷി തുടങ്ങി ഏപ്രിൽ വരെ പോകണം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന കൂടെ കിട്ടുന്ന ഒരു 15 ദിവസമാണ്. ഈ 15 ദിവസത്തില് ഈ ഇതില് അവർ നമ്മൾ പറയുന്ന പറഞ്ഞാൽ ടോട്ടൽ നമ്മുടെ ഈ ഏരിയ അണ്ടർ മറ്റേ റൈസിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ 1.57 മില്യൺ ആണ്. അതില് പഞ്ചാബിന്റെ വരുന്നതെന്ന് പറഞ്ഞാൽ 51 ലക്ഷം ഹെക്ടർ ആണ് മൊത്തം വരുന്നത്. ഇതില് റൈസ് തന്നെ ഏകദേശം നമ്മുടെ ഇന്ത്യയുടെ 10-12-15% പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പഞ്ചാബാണ്. വീറ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ 20%-ലധികം പ്രൊഡക്ഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പഞ്ചാബാണ്. അപ്പം എന്നാൽ കേരളം എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഉള്ള 2.27 lakhs നമ്മുടെ മൊത്തം കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 2%-ൽ ഇച്ചിരൂടെ കൂടുതലൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ. അത് 1.2 മില്യൺ ടൺസ് ആണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ വരുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ നമുക്ക് നമ്മുടെ നേഷന്റെ ഫുഡ് സെക്യൂരിറ്റിയെ, പ്രത്യേകിച്ച് ഗ്രീൻ റവല്യൂഷന് ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെന്റിൽ പുതിയ വെറൈറ്റീസ് വന്നു, പുതിയ ടെക്നോളജികൾ നമുക്ക് വന്നു. അപ്പം ആ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം നമുക്ക് നിർത്താൻ പറ്റില്ല. ഇതിന് ബേസിക് ആയിട്ടുള്ള റീസണോട് ഉണ്ട്. കാരണം അവിടെ പ്രധാനമായിട്ട് കനാൽ വെല്ല്, അതുപോലെ തന്നെ ബോർവെൽസ് അവർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ നമുക്ക് അവിടെ ഉണ്ടാകുകയും ഗവൺമെന്റ് ഒരു വാട്ടർ കൺസർവേഷൻ ആക്ട് അവർക്ക് കൊണ്ടുവരികയും, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിയോണ്ട് ജൂൺ 10 ശേഷം മാത്രമേ നെൽകൃഷി അവർക്ക് തുടങ്ങാൻ സാധിക്കുള്ളൂ. അത് ഇപ്പൊ ഇവരുടെ ബേസിക്കലി ഒരു ഇറിഗേഷൻ ബേസ്ഡ് ആണ് ഇവരുടെ കൾട്ടിവേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഒരു മൺസൂണിനെ ആശ്രയിക്കുമ്പോൾ വെള്ളത്തിന്റെ യൂസ് കുറയും. അതിനുള്ള ഒരു പോളിസിയാണ് ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 3500 ഒരു ഹെക്ടറിൽ ചെലവ് വരുന്ന വൈക്കോല് മാറ്റണമെങ്കിൽ ചെലവ് വരുന്ന, അതിനവർ ഈസി ആയിട്ടുള്ള ഒരു രീതി കണ്ടുപിടിച്ച് എന്താന്ന് വെച്ചാൽ കത്തിക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഈ കത്തിക്കുന്നതിന്റെ ഒരു ഡെലിറ്റേറിയസ് എഫക്റ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇതിലെ പ്രൊഡക്ഷൻ നമുക്ക് നിർത്താൻ പറ്റുകയില്ല, എന്നാൽ ഈ ഒരു ഡെലിറ്റേറിയസ് എഫക്റ്റ് നമുക്ക് നിർത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ ഇതിൽ പറയുമ്പം ഈ അവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം 2.83 ടൺസേ ഉള്ളൂ ആവറേജ് റൈസിന്റെ പ്രൊഡക്ഷൻ. ഒരു ബാസ്മതിയാണ് അവിടെ 6 മുതൽ 7 ടണ്ണാണ് ഒരു ഹെക്ടറിലെ ഒരു പ്രൊഡക്ഷൻ. അപ്പൊ അങ്ങനെ പറയുമ്പം ഈ അവരുടെ മൊത്തം ഇതിന്റെ 6 മുതൽ 7 ടൺ എന്ന് പറയുമ്പം അത്രയും ഏകദേശം 10 ടണ്ണോളം ഒരു ഹെക്ടറിൽ വൈക്കോല് ഉണ്ടാവും. അപ്പൊ ഇത് ഈ കത്തിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നോർത്തേൺ ഏരിയയിലാണ് വരുന്നത്. അതിന്റെ കൂടെ തന്നെ ക്ലൈമറ്റിന്റെ വ്യത്യാസത്തിൽ ഈ ഇങ്ങോട്ട് സൗത്ത് വെസ്റ്റ് വിൻഡ് അടിക്കുന്നതോട് ഒരു റീസൺ ആണ് ഇതിന് വരുന്നത്. അപ്പം ഇത് വരുമ്പോൾ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഡെലിറ്റേറിയസ് എഫക്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ അതുപോലെ കമ്പൈൻ ഹാർവെസ്റ്റ് വെസ്റ്റ് ആണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ ഇത് ഈ മുകളില് ഒരു ഹൈറ്റിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. അപ്പം പാഡി സ്റ്റോക്ക് അടക്കുമ്പോൾ മീഥേൻ ഈ മുകളിലേക്ക് വിടുമ്പോൾ ഏകദേശം ഒരു ഹെക്ടറിൽ നിന്ന് 1700 കിലോ കാർബൺ ഡൈ ഓക്സൈഡും 70 മുതൽ 100 കിലോ വരെ മീഥേനും ഒരു ടണ്ണ് പ്രൊഡ്യൂസ് ചെയ്ത് വിടുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇത് വരുമ്പോൾ ഏകദേശം 25 മില്യൺ മെട്രിക് ടൺ ഓഫ് പാഡി സ്ട്രോ ആണുള്ളത്. അപ്പൊ അതനുസരിച്ച് എത്രമാത്രം ഒരു ഈ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള ഒരു കാര്യം നമ്മുടെ ഓസോൺ ലെയറിന്റെ ഒരു ഡിപ്ലീഷന് ഉള്ള ഒരു റീസണായിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ ഉണ്ടാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇതിൽ കേരളത്തിലെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടനാട് അല്ലെങ്കിൽ ഏരിയയിൽ നമ്മളിപ്പം കമ്പൈൻഡ് ഹാർവെസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ഒരു കൃഷി ആകുമ്പോൾ അത് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഡികമ്പോസിഷൻ നടക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന്റെ അകത്തുള്ള ഒരു അനൈറോബിക് കമ്പോസിഷനിൽ ഏതാണ്ട് 3 മുതൽ 15 കിലോ വരെയൊക്കെ ഒരു മീഥേന്റെ പ്രൊഡക്ഷൻ ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നെഗ്ലിയന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഇത് കച്ചിക്ക് വേണ്ടി ഉപയോഗിച്ച് അങ്ങ് മാറ്റുന്ന ഒരു രീതിയുണ്ട്. എന്നാലും കൂടുതൽ പ്രൊഡക്ഷൻ നമുക്കറിയാം. 70കളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഏകദേശം 40%-ലധികം നമ്മുടെ ലാൻഡ് പ്രൊഡക്ഷൻ ഏരിയ ഡിപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ സാധിച്ചു എങ്കിലും ഇതിന് പഞ്ചാബിന് ഈ വാട്ടർ കൺസർവേഷൻ ആക്ട് അവർക്ക് മാറ്റാൻ സാധിക്കില്ല. എന്നാൽ ഓൾട്ടർനേറ്റീവ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാഡി സ്ട്രോയിൽ നിന്ന് പ്ലേറ്റ് ഉണ്ടാക്കുന്ന രീതി തായ്ലൻഡിലൊക്കെ ഉണ്ട്. ഇവര് പാഡി സ്ട്രോയിൽ നിന്ന് ബെയിൽ ചെയ്ത് കച്ചിക്ക് മാറ്റുന്നുണ്ട്. എന്നാൽ ഇത് ഇൻഡസ്ട്രിയൽ കത്തിക്കാൻ വേണ്ടി ബ്രിക്കറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 70,000 ടണ്ണ് കാർബൺ സിങ്ക്, അതായത് 35 ലക്ഷത്തോളം ട്രീസ് പ്ലാന്റ് ചെയ്ത് അവരങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ട്രീ പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ 10 മുതൽ 20 വരെ കിലോ കാർബൺ സിങ്ക് നമുക്ക് കാർബണെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒരു പ്രൊഡക്ഷൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ കൺസർവേഷൻ ആസ്പെക്റ്റ് പറയുമ്പം നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി നമ്മുടെ ആവശ്യമാണ്. എന്നാൽ നേച്ചറിനോടുള്ള റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ഒരു ആവശ്യവും അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ചെയ്യണമെന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇതില് ഗവൺമെന്റ് ഇപ്പൊ നമുക്കറിയാം അരിയുടെ കേസിൽ നമുക്ക് MSP സപ്പോർട്ട് പ്രൈസ് ആയിട്ട് 23 രൂപ 20 പൈസയാണ് കിട്ടുന്നത്. കേരളത്തിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് 28 രൂപ 15 പൈസയാന്ന് തോന്നുന്നു കേരള ഗവൺമെന്റ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്ഷൻ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ പാഡി സ്ട്രോ പോലുള്ള ഇങ്ങനെയുള്ള നമുക്ക് എൻവയറമെന്റൽ പ്രോബ്ലം ഉണ്ടാക്കുന്ന കേസുകളിൽ നമുക്ക് അതിന്റെ കൺസർവേഷൻ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജില്ല, പത്തനംതിട്ട ജില്ല എടുക്കുകയാണെങ്കിൽ 2000-3000 ഹെക്ടർ ഏരിയയിൽ നമുക്ക് വാഴകൃഷിയുണ്ട്. വാഴകൃഷി എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാണ്. വാഴകൃഷിയിൽ നമുക്ക് അറിയാം അതിൻ്റെ സ്റ്റെമ്മും ബാക്കിയുള്ള ഇതും വരുമ്പോഴത്തേക്കും വേസ്റ്റ് ഒരുപാടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കൺസർവേഷൻ, ഇതിന്റെ ഒരു കമ്പോസ്റ്റിംഗ് മെത്തേഡ്സ് നമുക്ക് അവലംബിക്കാവുന്നതാണ്. ഇപ്പം കമ്പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ നാരിൽ നിന്ന് നമുക്ക് ഒന്നാന്തരം ബാഗുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസർവേഷൻ അല്ലെ അതിന്റെ ഒരു യൂട്ടിലൈസേഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത് ഞാൻ പറയുമ്പോൾ നമുക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഇതായിട്ട് വരുന്നത്. ഇപ്പം KVKയുടെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മുടെ വില്ലേജ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അർബൻ ഏരിയയിൽ നമുക്കുണ്ട്. ഇപ്പം നമുക്ക് കൺസർവേഷൻ ആസ്പെക്ട്സിൽ പറയുമ്പം സോയിലിന്റെ ഫെർട്ടിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സോയിൽ ഫെർട്ടിലിറ്റി കൺസർവേഷൻ കേസിൽ പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉള്ള ഇപ്പം മറയൂർ ശർക്കര അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ ശർക്കര, അല്ലെങ്കിൽ നമുക്കിപ്പം ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടാത്ത പുല്ലാടൻ കപ്പ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടുകയാണെങ്കിൽ ഫാർമേഴ്സിന്റെ കേസിൽ അവർക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കൃഷിയുടെ കാര്യവിചാരകത്വം പറയുമ്പോൾ തന്നെ ഞാനൊരു അഗ്രികൾച്ചർ സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്വം ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ കർഷകനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവൻ്റെ ഉൽപാദനക്ഷമത കൂട്ടി നേഷന്റെ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുകയും അതുപോലെ തന്നെ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ്. കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയണം, അതുപോലെ തന്നെ ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ടെക്നോളജികൾ കൊടുക്കണം, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ലിങ്കേജ് ഉണ്ടാക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനോട് കൂടി നമുക്ക് പ്രോഡക്റ്റുകൾ ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ചർച്ച് ആസ് എ ഹോള് വേണമെങ്കിൽ ചെയ്യാം, കമ്മ്യൂണിറ്റി ആസ് എ ഓരോ ഇൻഡിവിജ്വൽ ചർച്ചസ് ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം മർത്തോമ സ്റ്റഡി സെന്റർ എന്നുള്ള രീതിയിൽ ഒരു യുവനസഖ്യം, സേവ്യ സംഘം ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ന് പല ഇത് നമ്മുടെ നാടൻ ഇനങ്ങളും അന്യം തിന്നു പോകുന്ന ഒരു ഇതുണ്ട്. നമുക്കറിയാം വെച്ചൂർ പശു, അതുപോലെ തന്നെ കാസർഗോഡൻ കുള്ളൻ, ഇതൊക്കെ നമ്മുടെ ഒരു കൺസർവേഷനിൽ വളരെ മുൻപന്തിയിൽ ലോകം തന്നെ മാനിച്ച ഒരു കേസാണ്.
അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പം ജാതിയുടെ കേസിൽ നമുക്കറിയാം ഒരു കർഷകന്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കൊച്ചിക്കുടി, പുല്ലൻ എന്നൊക്കെ പറഞ്ഞ മുണ്ടത്താനം എന്ന് പറഞ്ഞ, അതുപോലെ തന്നെ കുരുമുളകിന്റെ കേസിൽ തെക്കൻ, കൂമ്പക്കൽ, അകളി, അതുപോലെ കാടമത്തിന്റെ കേസിൽ ഞള്ളാനി ഗോൾഡ് എന്ന് പറയുന്നത്, ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റി. അപ്പം ഇങ്ങനെയുള്ള വെറൈറ്റികളുടെ അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്ന, നമുക്കറിയാം നിത്യവഴുതന പണ്ട് കാലത്ത് നമുക്ക് വീടുകളിലൊക്കെ സുലഭമായിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അതിൽ കുപ്പച്ചീര, ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ സ്കൂളുകളിൽ പോകുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അമ്മച്ചിമാർ അവിടെ നിന്ന് പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കൂട്ടാൻ വെച്ചിട്ട് ഒരു മുട്ടയും അല്ലെങ്കിൽ ചമ്മന്തിയും ഇതും കൂടെ അതിന്റെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് തന്ന് വിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ അന്യം നിന്ന് പോകുന്നുണ്ട്. നമുക്ക് ഒരു കൺസർവേഷൻ റെസ്പോൺസിബിലിറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്കുണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതില് ഈ നമ്മുടെ ഒരു ക്രോപ്പ് ഡൈവേർസിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ ഇപ്പൊ വിലയില്ലാതെ വന്നപ്പോൾ, വില ആയി തുടങ്ങിയിട്ടുണ്ട്, വിലയില്ലാതെ വന്നപ്പോൾ നമ്മളത് അബൻഡൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളക്കാരുടെ പ്രത്യേകിച്ച് ഇപ്പൊ കൊക്കോയ്ക്ക് നല്ല വിലയാണ്. ഏകദേശം 700 മുതൽ 900 വിലയുണ്ട്. നമ്മൾ പ്രോസസ്സ് ചെയ്ത് കൊടുക്കും. അല്ലാതെ വരുമ്പോൾ 200ന്റെ മുകളിലുണ്ട്. അപ്പൊ ഇത് കൊക്കോ എന്ന് പറയുമ്പോൾ കൊക്കോ, വാനില എന്ന് പറയുമ്പോൾ വാനില, കാപ്പി എന്ന് പറയുമ്പോൾ കാപ്പി. അപ്പൊ ഇങ്ങനെ അത് ഒരു മേഴ്സിലെസ്ലി നമ്മൾ ആ മരങ്ങൾ മുഴുവൻ മുറിച്ച് കളഞ്ഞിട്ട് അടുത്ത ക്രോപ്പിലേക്ക് പോകുന്ന ഒരു രീതി നമുക്കുണ്ട്. ഇതൊരു കൺസർവേഷൻ മെത്തേഡ് അല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇൻകം കിട്ടണം, എന്നാൽ ഒരു ബഹുവിള രീതി, നമുക്കൊരു മിക്സ്ഡ് ക്രോപ്പിംഗ് അല്ലെങ്കിൽ മോണോ ക്രോപ്പിംഗ് മാറ്റി ഉള്ളൊരു സംവിധാനം നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പൊട്ടൻഷ്യലായിട്ട് ചെയ്യാവുന്ന ഒരു ക്രോപ്പാണ് റംബുട്ടാൻ എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ചക്ക, കൃഷി വിജ്ഞാന കേന്ദ്ര സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ആണ് ചക്കയുടെ. ഒരുപാട് 25-ലധികം പ്രോഡക്റ്റുകൾ കൃഷി വിജ്ഞാന കേന്ദ്രം വികസിപ്പിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഏകദേശം 600 പേരോളം, നമുക്ക് അതിന് 100-ലധികം എന്റർപ്രണേഴ്സ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. ചക്കയുടെ പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ഇന്ന് നമ്മുടെ ചക്കയുടെ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന ഒരു വെറൈറ്റി നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ കിട്ടി. യൂണിവേഴ്സിറ്റി റെക്കമെൻഡേഷൻ അല്ല. യൂണിവേഴ്സിറ്റി റെക്കമെൻഡേഷൻ ചെമ്പരത്തി വരിക്കയും മുട്ടൻ വരിക്കയും തേൻ വരിക്കയാണ്. ഈ വെറൈറ്റിയിൽ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ലെവലിൽ പ്ലാന്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഡിസീസും പെസ്റ്റും കണ്ട് തുടങ്ങുന്നത്. അതായത് നമ്മുടെ ചക്കയിൽ നമ്മൾ ഡിസീസും പെസ്റ്റും കേട്ടുകഴിവ് പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ ഒരു പുതിയ സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ പല പെസ്റ്റും ഡിസീസ് ഇപ്പം വെളിയിൽ നിന്ന് രാജ്യങ്ങളിൽ കൊണ്ടുവരുമ്പോഴും പല പെസ്റ്റും ഡിസീസും ഇവിടെ വന്ന് ചേർന്നു. ഗവൺമെന്റിന് അതിന് ലെജിസ്ലേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ എത്രമാത്രം പാലിക്കുന്നു എന്നുള്ളതും ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഏകവിളത്വം മാറ്റിക്കൊണ്ട് ഒരു ബഹുവിള രീതി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, നമുക്കിപ്പം അർബൻ ഏരിയയിലാണെങ്കിൽ ടെറസുകളിൽ നമുക്ക് ടെറസ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കൃഷിയും ചെയ്യേണ്ട, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കേസാണ്. ഇപ്പം തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ആകപ്പാടെ 5 സെന്റേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 4 സെന്റിൽ വീടും ബാക്കി 1 സെന്റാ ഉള്ളത്. എനിക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ മുഴുവൻ ഗ്രോ ബാഗിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാ കേസുകളിലും മുളക് ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല. അപ്പം ഇത് നമുക്ക് ഒരു ചെറിയ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 25 ഗ്രോ ബാഗ് ഉണ്ട്. അർബൻ ഏരിയയിലാണ് പറഞ്ഞത് കേട്ടോ. ഈ വില്ലേജ് ഏരിയയിൽ നമുക്ക് ഗ്രോ ബാഗിന്റെ ആവശ്യമില്ല. നമുക്കുള്ള സ്ഥലത്ത് ഒരു 1/2 സെന്റ് സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് ഒരു 10 വെണ്ടയും ഒരു 2 വഴുതനയും അല്ലെങ്കിൽ ഒരു 5 മൂട് മുളകും ഒക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞ റെസിഡ്യൂറിന്റെ ഒരു തരുമ്പെങ്കിലും കണ്ടത് മുളകിലാണ്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള മുളക് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് അവലംബിക്കാവുന്ന ഒരു കേസാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ, നമ്മുടെ റിസോഴ്സസ്, ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മുടെ വാട്ടർ റിസോഴ്സസ് ആകാം, എങ്ങനെ ഇതിനെ എൻറിച്ച് ചെയ്യാന്നുള്ള സാധനം. നമുക്ക് വ്യക്തികളായിട്ടും കമ്മ്യൂണിറ്റി ആയിട്ടും നമുക്ക് ഒരുപാട് ലാൻഡ് അവൈലബിൾ ആണ്. എന്നാൽ ഇതിന്റെ ഒരു 80% ഞാൻ പറയട്ടെ, നമ്മൾ അൺയൂട്ടിലൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ഒന്നിൽ നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന ഒരു രീതി ഉണ്ടാകണം. അല്ലെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരെ കൊണ്ട് കൃഷി ചെയ്യിക്കാൻ അവർക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇതിന് നമുക്കറിയാം, നമ്മുടെ യൂത്ത്സിനെ പ്രത്യേകിച്ച് നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരണം. അതായത് KVKക്ക് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്, അട്രാക്ടിങ് ആൻഡ് റീറ്റെയിനിങ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ് ICARന്റെ പ്രോഗ്രാം. ഇതിൽ
കോഴിക്കൃഷിയും അതുപോലെ നഴ്സറി ഉണ്ടാക്കാനും പ്രോസസ്സിങ്ങിലും ഒക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് യൂത്ത്സിനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ ഇപ്പം ചക്ക എന്ന് പറയുന്നൊരു റിസോഴ്സ്, നേരത്തെ ഒരു വിലയില്ലാതെ കിടന്ന ചക്ക ഇന്ന് 50 രൂപ കിലോ ഇടിച്ചക്കയ്ക്ക് വില വരുന്നുണ്ട്. 50 രൂപ വരെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് റിസോഴ്സിന്റെ ഒരു യൂട്ടിലൈസേഷൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. യൂത്ത്സിനെ നമ്മൾ കൂടുതൽ പ്രാപ്തര ആക്കി കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതുപോലെ തന്നെ ടാർഗറ്റ് ഗ്രൂപ്പുകളുണ്ട്. നമുക്കറിയാം സ്കൂൾ കുട്ടികൾ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളാണ് നാളെയുടെ പൗരന്മാർ. അപ്പൊ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ KVKയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് കാലം ചെയ്ത ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ പേരിൽ ജോസഫ് മാർത്തോമ എവറോൾ ഇൻ ഗ്രീൻ ട്രോഫി എന്നുള്ള പേരിൽ മുകുളം എന്ന് പറഞ്ഞ 2010-20 കാലഘട്ടത്തിൽ നമ്മള് സ്കൂൾ കുട്ടികൾക്ക് ഒരു എൻവയറമെന്റൽ അവയർനെസ്സും അതുപോലെ തന്നെ അഗ്രികൾച്ചറിൽ സ്കൂൾ വെജിറ്റബിൾ ഗാർഡനും വെച്ചിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അത് പ്രത്യേകിച്ച് ഈ കോവിഡ് പീരീഡിൽ നമ്മൾ ഓൺലൈനിലായിരുന്നു പ്രോഗ്രാം. ഇതിൻ്റെ അകത്ത് അവർക്ക് സീഡ്സ് കൊടുത്തിട്ട് ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞ് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് കുട്ടികൾ ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളാണ് കൃഷിയിൽ താല്പര്യമില്ലാത്തവർ, കുട്ടികൾ താല്പര്യമുള്ളവരാണ് എന്ന് അത് തോന്നിപ്പോകും. ഇതില് നമുക്ക് ഈ കുട്ടികളുടെ കയ്യിൽ കുറച്ച് മണ്ണൊക്കെ പെറലട്ടെ, അവര് കുറച്ച് ദേഹത്ത് കുറച്ച് പണ്ടത്തെ പോലെ ചൊറിയും ഒക്കെ വരട്ടെ. അത് വന്നു കഴിയുമ്പോഴാണ് ഒരു മണ്ണിനോട് ഒരു താതാത്മ്യപ്പെട്ട് മണ്ണിനോടും കൃഷിയോടും അല്ലെങ്കിൽ സഹജീവികളോടും നമ്മുടെ എൻവയറമെന്റിനോടും ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകുക. അപ്പൊ ഇതിലെ സ്കൂളുകളിൽ അതുപോലെ തന്നെ നമുക്കറിയാം ഈ സ്പെഷ്യൽ സ്കൂളുകൾ നമുക്ക് പലതുണ്ട്. ഇപ്പൊ നേരത്തെ ശ്രീ വിൽസൺ പറഞ്ഞ പോലെ KVKയും MCRDയും ഒരേ ക്യാമ്പസിലാണ്. 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, പക്ഷെ ഒരേ ക്യാമ്പസിലാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തിയിരുന്നത് ഓപ്പർച്യൂണിറ്റി ലേണിംഗ് സെന്റർ എന്ന് പറഞ്ഞു. അതായത് അവിടെയുള്ള വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെ നമ്മൾ വിവിധ കാർഷിക പ്രവർത്തനങ്ങൾ, ഇപ്പം കോഴി വളർത്തലാകാം, കമ്പോസ്റ്റിംഗ് ആകാം, പച്ചക്കറി കൃഷി, അതിൽ പഠിപ്പിച്ചെടുത്ത് അവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് ആ ഒരു MCRD ഒരു അഗ്രികൾച്ചറിന്റെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ലേണിംഗ് സെന്റർ ആക്കി. അത് ഏറ്റെടുത്ത് കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു 3 വർഷം 2-3 വർഷം ഇത് KVK ട്രെയിൻ ചെയ്ത് ആ ബ്ലോക്കിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കോഴിയും അതുപോലെ തന്നെ മുയലും ഒക്കെ കൊടുത്ത് അവരുടെ വീട്ടിൽ അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടായി. അപ്പൊ ഇത് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റ് ബേസിൽ നമുക്കറിയാം നമ്മുടെ മണ്ണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ണിന്റെ ഹെൽത്ത് നമ്മളുടെ പ്രൊഡക്ഷനിൽ ഒരുപാട് ബാധിച്ചിരിക്കും. നേരത്തെ കൺസർവേഷൻ അഗ്രികൾച്ചറും അതുപോലെ തന്നെ ഈ നമ്മളെ ഇത് ശബത്ത് ഓഫ് ദ ഇയർ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നമ്മുടെ നാഷണൽ ലെവലിൽ നമ്മുടെ NPKയുടെ റിക്വയർമെന്റ്, അതായത് മണ്ണിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം റിക്വയർമെന്റ് 4:2:1 ആണ് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മുടെ നാഷണൽ ലെവലിലുള്ള 10:1:05 ആണ്. അതായത് നൈട്രജന്റെ അളവ് വളരെ കൂടുതലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കേരളത്തിന്റെ കണ്ടീഷൻ എടുത്താൽ നമുക്ക് വേണ്ടത് 3:1:2 ആണ്. എന്നാൽ നമുക്ക് ഇവിടെ ഉള്ളത് 8:1:0.5 ആണ്. അപ്പൊ എന്നാൽ നമ്മുടെ ഓർഗാനിക് അഡീഷൻസ് നമ്മുടെ സോയിലിൽ കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റ് പോലുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്തൊക്കെ വീട്ടിലെ കമ്പോസ്റ്റുകൾ, അതുപോലെ തന്നെ നമുക്ക് വാഴയിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം റബ്ബർ തോട്ടത്തിൽ തന്നെയുള്ള കാടുകൾ വെട്ടി കമ്പോസ്റ്റ് ചെയ്തുകളിൽ ഇത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സോയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃഷി സമ്പ്രദായം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഒരു എൻവയറമെന്റൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ KVK ഇതിനു വേണ്ടി ഒരു പ്രോഗ്രാം ലോ ഇൻപുട്ട് ഗുഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സിസ്റ്റം ബനാനയിലും റൈസിലും, അതായത് മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ നല്ല വിത്തുകൾ കൊടുത്ത് അതിൻ്റെ കറക്റ്റ് ടെക്നോളജികൾ കൊടുത്ത് ഉള്ള ഒരു കൃഷി സമ്പ്രദായം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ഈൽഡ് കൂടുന്നുണ്ട്, എന്നാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്ന ലിഗ്യാപ്സ് എന്ന് പറഞ്ഞ റൈസിലും ബനാനയിലും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മീഥേൻ എമിഷൻ ലൈഫ് സ്റ്റോക്കിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നത്. അഗ്രികൾച്ചർ എന്ന് പറയുമ്പം ലൈഫ് സ്റ്റോക്ക്, അതിന്റെ ബർപ്പിംഗ്, നമ്മുടെ ഈ അയവിറക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിൽ നിന്നാണ് മീഥേൻ എമിഷൻ ആനിമലിൽ നിന്നുണ്ടാകുന്നത്, നമ്മുടെ കന്നുകാലികളിൽ നിന്ന്. അപ്പൊ അതിനുവേണ്ടി KVK ഗുഡ് ഫീഡ് മാനേജ്മെന്റ് പ്രാക്ടീസ്, ഗോ ഫാംസ് എന്ന് പറഞ്ഞു, അതായത് അതിനെ പ്രോബയോട്ടിക്സ് കൊടുത്ത്
അതിൻ്റെ വയറ്റിൽ ഉള്ള മൈക്രോബിയൽ ലോഡ് കൂട്ടുക. അങ്ങനെയുള്ള രീതികൾ, ടെക്നോളജികൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റിങ്, അതുപോലെ തന്നെ ഇതുപോലുള്ള പുതിയ ടെക്നോളജികൾ നമുക്ക് കൊണ്ടുവരേണ്ട വളരെ ആവശ്യമുണ്ട്. നമുക്ക് അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഫുഡ് സെക്യൂരിറ്റിയിലൊക്കെ നമ്മൾ സെൽഫ് ഡിപ്പെൻഡ് ആയാലും നമ്മുടെ ഈ പ്രത്യേകിച്ച് ഫ്രൂട്ട്സിലൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ചുറ്റുപാടും എടുത്താലും അറിയാം. നമുക്ക് ഇന്ന് പപ്പായ നമുക്ക് ഞങ്ങൾ തിരുവല്ലയിൽ 50 രൂപ 60 രൂപയ്ക്കാണ് 1 കിലോ വാങ്ങിക്കുന്നത്. എന്നാൽ നമ്മുടെ വില്ലേജ് ഏരിയയിൽ നമ്മൾ അത് വെറുതെ കളയാണ്, ആർക്കും വേണ്ട, അതേണ്ട അളിഞ്ഞു കിടക്കുന്നു അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നമ്മുടെ ലോസ് ആക്കുന്ന ഫ്രൂട്ട്സ്, നമ്മുടെ ഇവിടെ കൂമ്പിന് 30 രൂപ വില. ഞാൻ തിരുവല്ലയിൽ താമസിക്കുന്നതുകൊണ്ട് പറയുന്നു, 30 രൂപ വില. എന്നാൽ നമ്മുടെ തൊടിയിൽ അത് വെറുതെ കിടന്ന് ആർക്കും വേണ്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പോസ്റ്റ് ഹാർവസ്റ്റ് ലോസുകൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഫ്രൂട്ട്സിന്റെ റിസോഴ്സസിന്റെ ലോസ്റ്റ്, അത് മാറ്റാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വുമൻ ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് സേവ്യ സംഘം പോലുള്ള ഗ്രൂപ്പുകൾക്ക് ഒരു പ്രോസസ്സിംഗ് വാല്യൂ അഡീഷനിലേക്ക് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യണം. അത് അല്ലെങ്കിൽ യൂത്ത്സിനെ, അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള ടെക്നോളജി ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഈ കുറെ ടെക്നോളജി ആസ്പെക്ട്സ് ആണ്. പ്രത്യേകിച്ച് ഞാൻ ഇക്കോളജിക്കൽ കമ്മീഷന്റെ ഒരു മെമ്പറായിട്ട് ഇരുന്ന കാലഘട്ടത്തിൽ, കഴിഞ്ഞ ഇതില് നമ്മള് ഒരു സഭയ്ക്കൊരു ഹരിത ചട്ടം, പെരുമാറ്റ ചട്ടം എന്ന് പറഞ്ഞൊരു ഗ്രീൻ പ്രോട്ടോകോൾ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ട്, ചർച്ച് പാരീഷുകൾക്കുണ്ട്, വ്യക്തികൾക്കുണ്ട്, സ്കൂളുകൾക്കുണ്ട്. ഇങ്ങനെ 4 സംവിധാനങ്ങൾക്കുള്ള ഒരു പെരുമാറ്റ ചട്ടം നമ്മൾ കൊണ്ടുവന്നു. അത് എനിക്കറിയില്ല എത്രമാത്രം അത് വളരെ ആക്റ്റീവ് ആകുന്നുണ്ട്. കാരണം CSI പോലുള്ള ചർച്ചകൾ വളരെ ആക്റ്റീവായിട്ടാണ് അവർ ഇക്കോളജിക്കൽ കമ്മീഷൻ ഇക്കോളജിക്കൽ ആസ്പെക്ട്സ് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പം കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നമ്മുടെ മെത്രാപ്പൊലീത്തയുടെ ഒരു ഇനിഷ്യേറ്റീവിൽ നേതൃത്വത്തിൽ മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഈ ഗ്രീൻ പ്രോട്ടോകോളിൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു സസ്റ്റൈനബിൾ പ്രാക്ടീസസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ അതിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിസോഴ്സ് കൺസർവേഷൻ, നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്, അതുപോലെ തന്നെ ഈ ചർച്ചുകളിൽ അല്ലെങ്കിൽ കോമൺ പ്ലേസുകളിൽ സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എനർജി കൺസർവേഷൻ പ്രോഗ്രാംസ്, അതിൽ ഗ്രീൻ ലാൻഡ്സ്കേപ്പ്, നമുക്കുള്ള സ്ഥലങ്ങളൊക്കെ ഒരു പൊട്ടൻഷ്യലി ഉപയോഗിക്കുക. ഇപ്പം KVK എന്ന് പറയുമ്പോൾ ജില്ലയിലെ കർഷകർക്ക് ടെക്നോളജികൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ് കൃഷി വിജ്ഞാന കേന്ദ്രയുടെ ക്യാമ്പസ്. അതുപോലെ ടെക്നോളജികൾ, അതുപോലെ തന്നെ പ്ലാന്റിംഗ് മെറ്റീരിയലും ക്വാളിറ്റി മെറ്റീരിയലും ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു മോഡൽ എന്ന് പറയുന്നത്, അവിടെ ഒരു 1.5 ഏക്കർ സ്ഥലത്ത് റംബുട്ടാൻ കൃഷി ഏകദേശം 2012 കാലഘട്ടത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ചെയ്യുകയുണ്ടായി. അപ്പൊ അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇനോർമസ് ആണ്. അത് ആ 1.5 ഏക്കറിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്ഷൻ, ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ, നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്ന ഏകദേശം 10-20 പേരോളം വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഡെയിലി വേജും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഒരു ആവറേജ് ഒരു വർഷം അവരുടെ ഒരു ലൈവ്ലിഹുഡ് കിട്ടാനുള്ള രീതിയിലേക്കുള്ള ഒരു 10-30-35 ലക്ഷം രൂപ നമുക്ക് ഓവറോൾ ആക്ടിവിറ്റീസിൽ. അപ്പൊ ഈ ഒരു റംബുട്ടാനിൽ നിന്ന് കഴിഞ്ഞ വർഷം ഏകദേശം 10-12 ലക്ഷം രൂപയോളം കിട്ടുകയുണ്ടായി. അപ്പം അത്രയും ഏരിയയിലെ കൺസർവേഷനും ആക്ടിവിറ്റീസിൽ നിന്ന് ഇത്രയും കിട്ടാമെങ്കിൽ നമുക്കുള്ള ലാൻഡ് ഏരിയാസ് കറക്റ്റായിട്ട് നമ്മൾ ഒരു റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഒരു പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നമുക്ക് രാജ്യത്തിന്റെ ഫുഡ് സെക്യൂരിറ്റിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ വളരെ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ലാൻഡ്സ്കേപ്പ് എന്നുള്ള ഒരു ആശയം, സഭയുടെ ആശയം നമുക്ക് മുമ്പോട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് ഒന്ന് പ്ലാസ്റ്റിക്കിന്റെ യൂസ് കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട്, എന്നാൽ ഒരു റീസൈക്ലിങ്ങും നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തന്നെ, ഇപ്പൊ പാടി സ്ട്രോയുടെ ഒരു യൂട്ടിലൈസേഷൻ, പാടിയിൽ നിന്നുള്ള പ്ലേറ്റുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത്, അതിന്റെ വാല്യൂം വളരെ കൂടുതലാണ്. തായ്ലൻഡിലെ ടെക്നോളജികളാണ്. ഇങ്ങനെയുള്ള ടെക്നോളജികൾ നമുക്കിപ്പം ബനാനയുടെ വേസ്റ്റ്, സ്റ്റെം വേസ്റ്റ്, അതിൽ നിന്ന് നമുക്ക് ഫൈബർ എടുത്തുകൊണ്ട് നാരെടുത്തിട്ട് നമുക്ക് ബാഗുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, അതായത് നമുക്ക് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ എന്തുകൊണ്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ചിലപ്പോഴെങ്കിലും ഉപയോഗിച്ചുകൂടാ, അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിൽ പോകുമ്പോൾ നമ്മുടെ അടുത്തുള്ളവർ തന്നെ ഒരു വെഹിക്കിൾ ഷെയറിംഗ് സംവിധാനത്തിലേക്ക് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ.
ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ ഒരു എൻവയറമെന്റൽ കൺസർവേഷൻ അല്ലെങ്കിൽ എൻവയറമെന്റ് റെസ്പോൺസിബിലിറ്റി, ഒരു സ്റ്റുവാർഡ്ഷിപ്പിൽ വരുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റികളാണ് നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് കമ്മ്യൂണിറ്റി ഗാർഡൻസ് നമുക്കാകാം, വാട്ടർ കൺസർവേഷൻ പ്രോഗ്രാംസ് ചെയ്യണം, മാർക്കറ്റിംഗ് ലിങ്കേജുകൾ നമുക്ക് പലതും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിൽ ഈ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഫുഡ് സെക്യൂരിറ്റി നമ്മുടെ PL 480 നിന്ന് ഒരു ഗ്രീൻ റെവല്യൂഷനിൽ കൂടിയാണ് നമ്മുടെ നല്ല ഒരു പാഠം പഠിപ്പിച്ച് നമ്മളെ ഇത്രയും കൊണ്ടുവന്നെങ്കിൽ, സഭയുടെ ഒരു പെരുമാറ്റ ചട്ടം തന്നെ നമ്മളെ എങ്ങനെ ആത്മീയതയും കൃഷിയും കൂടി ഒന്നിച്ച് സമന്വയിപ്പിച്ച് ഒരു പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാമെന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഭാരതം നമ്മുടെ മൊത്തം ലോകത്തിന്റെ തന്നെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിൽ 20-24% നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മിൽക്കിലും അതുപോലെ തന്നെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഇതിൽ ഞാൻ ഒരു വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. കൊലോസ്യൻസ് 3:23 പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യരായ കർത്താവിന് എന്ന പോലെ, മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ ചെയ്യുവിൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം നമുക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ വാട്ടർ കൺസർവേഷൻ എന്ന് പറഞ്ഞു, കുറച്ച് മഴക്കുഴികളും കുറെ സ്റ്റാഗേർഡ് ട്രെഞ്ചസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർ ലെവലും കൂടും, അതുപോലെ തന്നെ അടുത്തുള്ള വീട്ടുകാരുടെ വാട്ടർ ലെവലും കൂടും. അതുകൊണ്ട് നമ്മൾ ആ ഒരു സാഹോദര്യം നമുക്ക് നിലനിർത്താൻ നമുക്ക് സാധിക്കും. ഞാൻ ഡേവിഡ് ചിറമേലച്ചൻ പറഞ്ഞ പോലെ തന്നെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാത്ത, മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന കൃഷിയുടെ ഒരു സന്ദേശം നമുക്ക് അടുത്ത തലമുറയിലേക്ക് പകരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. അതുപോലെ തന്നെ സൃഷ്ടാവിനെയും അതിലെ സകല സൃഷ്ടികളെയും കരുതുന്ന അല്ലെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു തലമുറയായിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇത്രയും സമയം എനിക്ക് തന്ന ഈ ഒരു ലൈറ്റ് ടു ലൈറ്റൻ ഗ്രൂപ്പിനോടുള്ള നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു റോബിൻ സാർ. സാറിന്റെ പ്രഭാഷണം വളരെ ചിന്തകൾക്ക് വളം നൽകുന്നതായിരുന്നു. പ്രത്യേകിച്ച് സാറ് തുടങ്ങിയ തന്നെ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടില് ഒരു കാർഷിക വൃത്തി എങ്ങനെ ആരംഭിക്കണമെന്നുള്ള അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ക്രിസ്തീയ കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉൽപ്പത്തിയിൽ തൊട്ട് ആരംഭിക്കുന്ന ഒരു ദർശനമുണ്ടല്ലോ, പ്രത്യേകിച്ച് ശബത്തിനോട് ഉൾപ്പെട്ട് അല്ലെങ്കിൽ 7ാമത്തെ വർഷം ഭൂമി തരിശായിട്ട് ഇടണമെന്നൊക്കെയുള്ള കാഴ്ചപ്പാട് പഴയ നിയമം നല്ല വ്യക്തമായിട്ട് നമുക്ക് നൽകുന്ന ആ കാഴ്ചപ്പാടുകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സാറ് വിഷയം അവതരിപ്പിക്കാനായിട്ട് ആരംഭിച്ചത്. അത് കഴിഞ്ഞിട്ട് സാറ് ഈ പ്രകൃതിയിലെ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ നമ്മളുടെ കൃഷിക്കാര് പ്രകൃതിക്ക് വരുത്തുന്ന ഡൽഹി പോലുള്ള സ്ഥലത്തെ ഭീകരമായ പൊല്യൂഷൻ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ കാർഷിക വൃത്തിയെ പറ്റിയും ആത്മീയതയെ പറ്റിയും സമഗ്രമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു. അതുകൂടാതെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ തന്നെ ഈ സഭയുടെ ഉത്തരവാദിത്വം, എങ്ങനെയൊക്കെ സഭയ്ക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞാണ് അവസാനിപ്പിച്ച്. പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലം, പത്തനംതിട്ട ജില്ലയുടെ പശ്ചാത്തലം, ഇതെല്ലാം സാറ് ടച്ച് ചെയ്തു പോയി. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഈ ടൈപ്പ് ഒരു പ്രഭാഷണം നമ്മുടെ ലൈറ്റർ ടു ലൈറ്ററിന്റെ 207 പ്രഭാഷണങ്ങൾ നടന്നിട്ട് ഈ ടൈപ്പ് ഒരു പ്രഭാഷണം ആദ്യമായിട്ടായിരുന്നു. അതിൽ സന്തോഷമുണ്ട്. അതിൽ പങ്കെടുത്ത റോബർട്ട് സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും, സാറിന്റെ ഇന്നത്തെ പ്രഭാഷണം ഏറ്റവും മികച്ചതായിരുന്നു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ തുടർന്ന് നമുക്കൊക്കെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ വിസ്മരിച്ചു പോയ, അല്ലെങ്കിൽ നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ സഭ പുതിയ പുതിയ മേഖലകൾ തേടിപ്പോയപ്പോൾ നമ്മൾ മറന്നുപോയ ഒരു കാര്യം കൂടാണ് കാർഷിക കാര്യത്തിലെ പുരോഗതി.
പ്രത്യേകിച്ച് നവീകരണ ദർശനത്തിലൂടെ വന്ന സഭ കൃഷിയിലൂടെ തന്നെയാണ് പുരോഗതി പ്രാപിച്ചത് എന്നുള്ള വസ്തുത നമ്മൾ വിസ്മരിക്കുന്നില്ല. എന്നാൽ പോലും അടുത്ത കാലത്ത് നമ്മള് പുതിയ പുതിയ മേച്ചിൽ പുറങ്ങള് തേടി പോയപ്പോൾ ചില ആ കാര്യത്തിലൊക്കെ ചില കുറവുകൾ സംഭവിച്ചു. അതിനെപ്പറ്റിയൊക്കെ നല്ലൊരു ചിന്ത നൽകുവാനായിട്ട് സാറിന്റെ ഈ പ്രഭാഷണം ത്തിന് സാധിച്ചു. താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് അടുത്ത വിഷയം ചർച്ചയിലെ ഓപ്പൺ ഫോറമാണ്. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കാനും അറിയാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്നവർ സിസ്റ്റത്തിൽ കൂടെ ഹാൻഡ് റേസ് ചെയ്യണം. ഇവിടെ ഞാൻ സിസ്റ്റത്തിൽ കൂടി ഹാൻഡ് റേസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിന്റെ സിസ്റ്റത്തിൽ നമ്മുടെ പേരിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാമെങ്കിൽ റേസ് ഹാൻഡ് എന്ന് പറഞ്ഞ് ലഭിക്കും. ഞാനിത് പറയാൻ കാരണം ഇപ്പൊ ഇത് എടുത്തു പറയാൻ കാരണം പലരും ഇതിനു മുമ്പ് 1-2 പേര് വ്യക്തിപരമായിട്ട് ഞാൻ പലവട്ടം കൈ പൊക്കിയിട്ടും എന്നെ വിളിച്ചില്ലെന്നൊക്കെ പരാതി പറഞ്ഞു. അത് നമ്മളെ സൂമിൽ കൂടെ വീട്ടിലിരുന്ന കൈ പൊക്കുമല്ല ഉദ്ദേശിക്കുന്നത്, സിസ്റ്റത്തിൽ കൂടെ തന്നെ സിസ്റ്റം അതിനുള്ള പ്രൊവിഷൻ ഈ സൂമിന്റെ പ്രൊവിഷൻ നൽകുന്നുണ്ട്. അത് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിന് ബുദ്ധിമുട്ടുള്ള ഒരു ചാറ്റ് ബോക്സിൽ പേരെഴുതിയിട്ടാൽ മതി, അതനുസരിച്ച് വിളിക്കും. ഇപ്പൊ ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അടുത്ത ആഴ്ചയിലെ പ്രോഗ്രാമിനെ പറ്റി ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നു. അടുത്ത ആഴ്ചത്തെ പ്രോഗ്രാം ഇത് കൃത്യം 8:30 തന്നെ, ഇതുപോലെ തന്നെ ശനിയാഴ്ച രാത്രി 8:30 തന്നെ നടത്തുന്നതായിരിക്കും. മുഖ്യ പ്രഭാഷണം നമ്മൾ അടുത്ത ആഴ്ച ഗാനരചനയെ പറ്റിയൊക്കെയുള്ള വിഷയമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു നൈനാൻ പുന്നവേലി അദ്ദേഹത്തിന്റെ ഗാനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും ഗാനങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ ചേർത്തുള്ള ഒരു പ്രഭാഷണമായിരിക്കും അടുത്ത ആഴ്ച നടത്തുന്നത്. ഏവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതേ പാസ്വേഡും ഇതേ ലിങ്കും ആയിരിക്കും. അതുകൊണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് ഒരു ബുദ്ധിമുട്ടാവുകയില്ല. ഏവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പം സിസ്റ്റത്തിൽ കൂടെ ഹാൻഡ് റേസ് ചെയ്ത് ചർച്ചയിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അതിന് ആൾക്കാരെ ഞാൻ പങ്കെടുക്കുന്നവരെ ക്ഷണിക്കുന്നു. സാറേ, ഇപ്പോൾ ആരും ഹാൻഡ് റേസ് ചെയ്തില്ല. ഇവിടെ സാധാരണയായിട്ട് കാണുന്ന രീതിയാണ് ഫസ്റ്റ് ഹാൻഡ് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ രാജു ഫിലിപ്പ് സാർ ഹാൻഡ് റേസ് ചെയ്യുന്നു. വളരെ ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതായിട്ടുള്ള ലൈറ്റർ വേദിയുമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം വളരെ വ്യത്യസ്തമായ വിഷയം ദൈനംദിന ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള നമുക്ക് ആവശ്യമായി അറിയേണ്ടതായ പല കാര്യങ്ങളും ഇവിടെ നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് സാറിൽ നിന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. എല്ലാം നല്ല അറിവുകളായിരുന്നു. കാരണം ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. അതായത് എങ്ങനെ നമ്മുടെ പ്രകൃതിയെ എങ്ങനെ നമുക്ക് നമ്മുടെ ചൂഷണം ചെയ്യാൻ, പ്രകൃതിയെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, പ്രകൃതിയിലുള്ളതായിട്ടുള്ള ജീവൻ സൃഷ്ടിച്ചതായിട്ടുള്ള ഈ ലോകത്തിലെ വസ്തുക്കളെ എങ്ങനെ നമ്മുടെ മനുഷ്യ പ്രയോജനകരമായിട്ട് എങ്ങനെ ഉപയോഗിക്കുക, അതേസമയം അതിനെ ചൂഷണം ചെയ്യാതെ അതിനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് സാർ ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാ പോയിന്റ്സും വളരെയധികം പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ അടുക്കള വേസ്റ്റുകളൊക്കെ നമ്മൾ ഡീകമ്പോസ് ചെയ്തിട്ട് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ ചെടികൾക്ക് ഇടാനുള്ള വളമായിട്ടുണ്ട്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഒരു കോളേജുണ്ട്, നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ളതായ കോളേജിന്റെ പേര് ഞാൻ മറന്നുപോയി. കോളേജുകാരെ കണ്ടുപിടിച്ചതായിട്ടുള്ള പേറ്റന്റ് ഉള്ളതായിട്ടുള്ള ഒരു ഡീകമ്പോസിങ് ബിന്നുണ്ട്. 3 ബിൻ ഒരുമിച്ച് ചേർന്നുള്ളതായിട്ടുള്ള. അതിനകത്ത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ യാതൊരു മുച്ചട്ടി എന്ന് പറയും. മുച്ചട്ടി. അതായത് പ്ലാസ്റ്റിക്കിന്റെ ആണ്. അത് 5000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. 5000 രൂപയ്ക്ക്. ഇപ്പോൾ അത് നമ്മുടെ പഞ്ചായത്ത് ഒരു 400 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ 2ാമത് ഒരെണ്ണം പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ചു. കാരണം 2 ഉപയോഗിക്കുന്നുണ്ട് ഞാൻ. അതെന്ത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ കിച്ചണിനകത്ത് വെച്ചാൽ പോലും സ്മെല്ലില്ല, മോശമായ സ്മെല്ലില്ല. അതായത് നമ്മുടെ അടുക്കള വേസ്റ്റ് എല്ലാം നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് ഒരു പൊടിയുണ്ട്. ആ പൊടിയുടെ പേരെന്തോ ബയോഡിഗ്രേഡബിൾ അല്ലെങ്കിൽ അതിനെ ഇത് ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ ബാക്ടീരിയയെ
ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പൊടിയുണ്ട്, പേര് ഞാൻ മറന്നുപോയി. അത് ഇട്ട് കഴിഞ്ഞാൽ യാതൊരു സ്മെല്ലും ഒന്നും ഇല്ലാതെ ഒരു മാസം കൊണ്ട് അത് മണ്ണ് പോലെയാകും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കഴിഞ്ഞ 2-4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. ആദ്യം 5000 രൂപ കൊടുത്ത് വാങ്ങിച്ചു. ഇപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്നും അത് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് 400 രൂപയ്ക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്താൽ കിട്ടും. അത് തീർച്ചയായും അത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ നല്ലതാണ്. അടുക്കളയിലെ വേസ്റ്റ് അതുപോലെ തന്നെ മറ്റ് പ്ലാസ്റ്റിക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് നിങ്ങളുടെ വീടിനടുത്ത് പലരും പ്ലാസ്റ്റിക് കത്തിക്കുന്ന ഞാൻ കണ്ടിട്ട് അത് വളരെയധികം നമ്മളെ ബാധിക്കുന്നതാണ്. കാരണം അത് ക്യാൻസർ പോലും ഉണ്ടാക്കുന്നു. അതിൻ്റെ ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഹരിതകർമ്മസേന വരുന്നുണ്ട്. ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് ഈ 50 രൂപ പോലും കൊടുക്കാനുള്ള ഉള്ള സമരസമില്ലാത്ത ആൾക്കാർ വളരെ വളരെ എന്താ പറയുന്നത് ഇതായിട്ട് ഈ പ്ലാസ്റ്റിക് കത്തിച്ചിരിക്കുന്നതാണ് ഇവിടെയൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ പ്രകൃതിയെ ഇതുപോലെ മലിനാസമാക്കുകയാണ്. ഇനിയൊരു ജനതയ്ക്ക് ജീവിക്കുവാൻ ഇവിടെ ഒരു പദ്യമൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാലും പലപ്പോഴും നമ്മൾ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പച്ചക്കറികളൊക്കെ നമ്മൾ നട്ടു വളർത്തണം. നമ്മൾ ഉപയോഗിക്കാനുള്ള പച്ചക്കറികൾ നട്ടു വളർത്തണം. കാരണം നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്നത് വളരെ വിഷരക്തമായ പച്ചക്കറികളാണ്. അത് കഴിച്ചിട്ട് നമുക്ക് ഇപ്പോഴുള്ള ക്യാൻസറും അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. കേരളത്തിലെ എല്ലാ വീടുകളിലും ഏതെങ്കിലും ഈ രോഗങ്ങളുണ്ട്. അതിന് കാരണം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതേസമയം നമ്മുടെ നാട്ടിലെ പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ അത് വാങ്ങിക്കാനായിട്ട് ആളില്ല. ഇടനിലക്കാരാണ് കൂടുതലായിട്ട് ചൂഷണം ചെയ്യുന്നത്. ഈ ചെറിയ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് വലിയ വിലയ്ക്ക് മാർക്കറ്റിൽ കൊടുക്കുന്ന അവസ്ഥ. അതിന് ഇടനിലക്കാർ അവരാണ് കൂടുതലായിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ അവസാനിപ്പിക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അതുപോലെ ഈ സാറ് പറഞ്ഞതുപോലെ പൊതുവായിട്ടുള്ള വികാരങ്ങൾ ഉയരണം. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ പ്രയോജനകരമാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കണം, കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമ്മൾ സാധാരണയായിട്ട് 1-to-1 ആൻസർ ആണ് കൊടുക്കുന്നത്. റോബർട്ട് സാറിന് എന്തെങ്കിലും ഇതിനോട് ചേർന്ന് സംസാരിക്കാനുണ്ടോ? അപ്പം പറയാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം സാറേ, പ്ലീസ്. നമ്മളൊരു കോമൺ ഗ്രൂപ്പിലാണ്. എന്നാൽ പോലും നമ്മുടെ ചർച്ചകൾക്ക് പലതും ചെയ്യാവുന്ന നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഒരു മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഒരു സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം നമുക്ക് പല സ്ഥലത്തും നമുക്ക് ഈ ചർച്ചിന്റെ ആകാം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആകാം ലാൻഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ഒരു പൊട്ടൻഷ്യലി ഒരു കൃഷി ചെയ്ത് ഒരു പെരിനിയൽ സിസ്റ്റം, അതായത് നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാർബൺ സിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് നമ്മുടെ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മുടെ ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. അപ്പം മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിയാൻ ഹലോ അപ്പം പ്രത്യേകിച്ച് ഇപ്പം നമുക്കറിയാം നമ്മുടെ പല സ്ഥലങ്ങളിലും, ഞാൻ ഓരോന്നുമായിട്ട് പേര് പറയുന്നില്ല, പല സ്ഥലങ്ങളിലും ഉള്ള സ്ഥലങ്ങൾ ഇപ്പം ചർച്ചേനെ വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പ്ലാന്റേഷൻസ് ഒക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിന് കെവിക്കയുടെ ടെക്നോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പള്ളികളൊക്കെ പണിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇതിലുള്ള 300-ലധികം ആളുകളുണ്ട്. അതിൽ എല്ലാവരും റെസ്പോൺസിബിൾ ആളുകളായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്റലക്ച്വൽ ആളുകളാണ്. ഈ നമ്മളൊരു പ്രകൃതിയോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതായത് ഒരു പെർ ക്യാപിറ്റ ചർച്ചസ്, പ്രത്യേകിച്ച് 2, 3, 4 കോടി വെച്ചൊരു പള്ളി പണിയുന്നത്, ഇതൊക്കെ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്. കല്ലും മണ്ണും സിമെന്റും കമ്പിയും എല്ലാം നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. ഇത് ഡയോസിസ് ലെവലിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണോ, സഭയുടെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണോ ഈ ചർച്ച് പണിയുന്നത് എന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ ടൈൽസ് ഇട്ട് കഴിയുമ്പോൾ മണ്ണ് എത്രമാത്രം വെള്ളമാണ് ഒഴുകിപ്പോകുന്നത്. ഒടുവിൽ വേനൽക്കാലത്ത് വരുമ്പോൾ വെള്ളമില്ല നമുക്ക്, മഴക്കാലത്ത് ഫ്ലഡുമാണ് നമുക്ക്. അപ്പം ഇത് ശരിക്കും ഒരു വാട്ടർ കൺസർവേഷൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്ക്
എത്ര പെർസെൻറ്റേജ് ഓഫ് ഏരിയ നമുക്ക് ടൈൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു രീതികൾ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഇതിനോട് ചേർന്ന് നമുക്ക് പോകാൻ സാധിക്കും. നമ്മുടെ ഒരു പ്രകൃതിയോട് ചേർന്നുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് അത് നമുക്ക് ആദ്യം നമ്മുടെ ഇടവകളിൽ നിന്ന് തന്നെ തുടങ്ങണം, എന്നാലേ അത് ശരിയാകത്തുള്ളൂ അതിൻ്റെ പക്ഷം. അടുത്തതായിട്ട് VI ജേക്കബ് സാറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സാറിന് സംസാരിക്കാം. റോബർട്ട് സാറിന്റെ പ്രഭാഷണം കേട്ടു. ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ കൃഷി സംബന്ധമായിട്ട് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നെൽകൃഷിയൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. അത് പലതും പല കാരണങ്ങൾ കൊണ്ട് നിന്നുപോയി. അപ്പോൾ ആ കൃഷിയിലുള്ള പ്രാധാന്യം നമ്മൾ വളരെ അതിനൊട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല ഇപ്പോഴും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നമ്മൾ പല കാര്യങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരിക. അതേസമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ചക്കയും മാങ്ങയും ആവശ്യമില്ലാതെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം കളക്ട് ചെയ്ത് അതൊരു പ്രിസർവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യുന്നതിനോ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. അപ്പം നമ്മൾ ചക്കയൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ ചക്ക ആവശ്യമുള്ളവർക്ക് അത് ആവശ്യക്കാർക്ക് കിട്ടുന്നുമില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു നെറ്റ്വർക്ക് നമ്മുടെ നാട്ടിലില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അത് കളക്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ടിന്നിലൊക്കെ ആക്കി ചക്കയൊക്കെ നല്ല വിലയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പം വിദേശങ്ങളിലൊക്കെ ഇപ്പം ഫിലിപ്പൈൻസിൽ നിന്നൊക്കെ കരിക്ക് ഗൾഫിലോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ കിട്ടുന്നതിൻ്റെ 20 ഇരട്ടി വിലയ്ക്കാണ് അവിടെ അത് കിട്ടുന്നത്, അല്ലെ അത് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ അതിനുള്ള സാധ്യതകളുണ്ട്. അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, ഈ ഹരിയാന സാർ പറഞ്ഞതുപോലെ ഹരിയാന, അതുപോലെ പഞ്ചാബ്, അവിടെയൊക്കെ ഈ വൈക്കോല് കത്തിച്ച് കളയുന്നത്, അതൊക്കെ എന്തെങ്കിലും വിധത്തിൽ അത് നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതേപ്പറ്റിയൊന്നും നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയോ അത് പ്രകൃതിക്ക് നാശം ഉണ്ടാക്കാത്ത വിധത്തിൽ അതിനെ ഉപയോഗിക്കാനായിട്ടുള്ള പ്രോജക്റ്റുകളൊന്നും ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രശ്നമാണ്. അതുപോലെ നമ്മുടെ ഇത്രയും മഴ കിട്ടുന്ന സ്ഥലത്ത് വാട്ടർ മാനേജ്മെന്റിൽ വാട്ടർ കൺസർവേഷനിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കുളങ്ങളുണ്ടായിരുന്നു. മിക്ക സ്ഥലങ്ങളിലും കുളമുണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഒരു ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ടെറസിൽ നിന്ന് വരുന്നതായ വെള്ളം വലിയൊരു ഒരു കിണറിനോട് ചേർന്ന് വേറൊരു കിണർ കുഴിച്ച് ഒരു വലിയൊരു ചെറിയൊരു വാട്ടർ കളക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു സ്ഥലം കണ്ടെത്തി അതിനകത്തോട്ട് അതിലോട്ട് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ എന്താണ് കാരണം? എന്തോ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ കാട്ട് വന്നു തന്നെ അതിനെ ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? അതൊക്കെ അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ മൊത്തത്തില് ഇപ്പൊ നമ്മൾ കിട്ടുന്ന വെജിറ്റബിൾസ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന നമ്മൾ വിശ്വസിച്ച് കഴിക്കാനൊക്കത്തില്ല, വിഷമടിച്ചതൊക്കെ ആയിരിക്കും. നമ്മളതിനെ ഇവിടെ അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും നമ്മളതിനെ ഉപയോഗിക്കുന്നില്ല. സാറിന് ഇതിനെപ്പറ്റി ഈ ഒരു നെറ്റ്വർക്ക് ഇതൊക്കെ കളക്ട് ചെയ്യാൻ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇത് നമുക്കുണ്ടാകുന്ന എക്സസ് ആയിട്ടുണ്ടാകുന്ന പഴവർഗ്ഗങ്ങൾ, മാങ്ങ, ചക്ക, ഇതൊക്കെ അതിനൊരു പ്രോസസ്സിങ് ടിന്നിലാക്കി എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, ഇതൊക്കെ ഉണ്ടാകേണ്ട ഒരു ആവശ്യം ഉണ്ട്. അതേപ്പറ്റിയൊക്കെ സാറിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കും. സാറേ, ഇതിൽ ഞാൻ ഒത്തിരി ടെക്നിക്കലി പറയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാം. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KVK സ്റ്റേറ്റിന്റെ ഒരു പ്രോജക്റ്റിന്റെ ബേസിസിൽ സ്റ്റേറ്റ് റിസോഴ്സ് ഉണ്ടാണ് ചക്കയുടെ. ഇന്ന് നമ്മുടെ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജികളും നമുക്കുണ്ട്. ഇപ്പം റിട്ടോട്ട് എന്ന് പറയാം, അതായത് നമുക്ക് ഇപ്പം ചക്കയുടെ പൾപ്പായാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അത് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ വെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ 1 വർഷം വരെ നമുക്ക് കേടുകൂടായിരുന്നിട്ട് നമുക്കത് റീയൂസ് ചെയ്യാൻ സാധിക്കും.
അതുപോലെ തന്നെ വാക്യൂം ഫ്രൈഡ് പച്ചച്ചക്കയും പഴുത്ത ചക്കയും അതുപോലെ പച്ച നേന്ത്രനും പഴുത്തതും ഒക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം. അത് അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും കൃഷി വിജ്ഞാന കേന്ദ്രയ്ക്ക് ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു സാധ്യത എന്താ വെച്ചാൽ പറയാൻ വിട്ടുപോയൊരു സംഗതി സീഡ് കൺസർവേഷൻ. ആ ഒരു ആസ്പെക്ട്സിൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ചർച്ചുകളിലോ ഒക്കെ നമുക്ക് ഒരു ചെറിയൊരു ട്രേ പോലെ വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ലോക്കൽ സീഡ്സ് ഒക്കെ അവിടെ ഇട്ടാൽ അവിടെ ആവശ്യമുള്ളവർ അവിടെ നിന്ന് പറക്കൊണ്ട് പോയിട്ട് അവർ കൃഷി ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പിന്നെ അതെല്ലാം സാർ ഈ കളക്ഷൻ നമുക്ക് ബേസിക്കലി നമുക്കുള്ളൊരു ലിമിറ്റേഷൻ കേരളത്തിൽ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ അതായത് സ്റ്റോറേജിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ നമുക്ക് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ ഇപ്പോൾ ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രൊഡക്ഷനും അതിനെ കോർഡിനേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഫണ്ടിങ് സപ്പോർട്ടും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ നമുക്ക് ചെയ്യാവുന്ന സാധനം നമ്മുടെ കയ്യിലുള്ള വേസ്റ്റായി പോകുന്ന ഫ്രൂട്ട്സ് നമുക്ക് വേണ്ട എങ്കിൽ അത് ഈ ഞായറാഴ്ചകളിലൊക്കെ വരുമ്പോൾ പള്ളിയിൽ കൊണ്ട് വെച്ചാൽ ആവശ്യമുള്ളവർ അല്ലെങ്കിൽ നമുക്കൊരു കോമൺ പ്ലേസ് നമുക്ക് ഡെവലപ്പ് ചെയ്താൽ അവിടെ കൊണ്ട് വെച്ചാൽ ആവശ്യമുള്ളവർ അവിടെ നിന്ന് എടുത്തോണ്ട് പോകട്ടെ എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ ശരിക്കും നമുക്ക് ഈ വേസ്റ്റേജ് പ്രൈമറിലി നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ വരുന്നൊരു കാര്യമാണ് ഇപ്പം നമുക്കറിയാം നമ്മുടെ ചക്ക വരട്ടി എന്ന് പറയുന്നത് 200-300 രൂപ ഇപ്പൊ 1500 രൂപയ്ക്ക് വരെ ചക്ക വരട്ടി ഉണ്ടാക്കി വിൽക്കുന്ന സ്വയം തൊഴിൽ സംഭവ എന്റർപ്രണേഴ്സ് നമുക്ക് KVKയ്ക്കുണ്ട്. ചക്കപ്പൊടി തന്നെ ചക്കപ്പൊടി KVK ട്രെയിൻ ചെയ്ത ഒരു ആള് മദ്രാസിൽ നിന്ന് വന്ന് ആമസോണിൽ കൂടെ 40 ലക്ഷം രൂപയുടെ ചക്കപ്പൊടി വിറ്റു എന്നാണ് ഞങ്ങൾക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ്. അപ്പൊ ഈ ലോക്കൽ റിസോഴ്സസ് നമുക്ക് ഈ രീതിയിലേക്ക് പ്രോസസ്സ് ചെയ്തും അല്ലെങ്കിൽ ഷെയർ ചെയ്തും ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ കൊണ്ടുവരാണ്. പക്ഷെ നമുക്ക് ബേസിക്കലി നമ്മുടെ ഒരു ലിമിറ്റേഷൻ ആണ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു കുറവ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുകയാണ് സാർ. അടുത്തതായിട്ട് ഇട്ടി സാറ് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇടയ്ക്ക് എൻ്റെ വൈഫൈയിൽ ഉണ്ടായതായ ഏതോ ഒരു സംവിധാന തകരാറ് പോലെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 ഫോണും ഡിസേബിൾഡ് ആയി മാറി മാറി ശ്രമിച്ചു. വിളിക്കാൻ നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. ബോധപൂർവമുള്ള കാര്യമല്ലല്ലോ, എങ്കിലും ദയവായിട്ട് ക്ഷമിക്കണമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് CP റോബർട്ട് സാറിന്റെ ഈ പ്രഭാഷണം കേൾക്കാനും ഞാൻ വളരെയേറെ ആഗ്രഹിച്ചതാണ്. കാരണം അടുത്ത കാലത്തൊന്നും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഏറെ നാളത്തെ പരിചയം സാറുമായിട്ടുണ്ട്. സാർ ചെയ്യുന്ന സേവനങ്ങൾ പ്രത്യേകിച്ച് നൽകിയതായിട്ടുള്ള പ്രത്യേകിച്ച് പിന്നെ എൻ്റെ സിസ്റ്റംസിലേക്ക് കഴിഞ്ഞിട്ട് ഞാൻ കയറി വളരെ പ്രായോഗികമായി ഉള്ളതായ നിർദ്ദേശങ്ങൾ അടങ്ങിയതായ സാറിന്റെ പ്രഭാഷണത്തിന് ഏറെ നന്ദി. കേട്ടവരെ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ഏറെ പ്രയോജനകരം ആണ്. ഈ ഒരു പ്രത്യേകിച്ചുള്ള വിഷയം അവതരിപ്പിക്കുന്ന റിസോഴ്സ് പേഴ്സണൊക്കെ കണ്ടുപിടിച്ചതായ വിൽസനോടുമുള്ളതായ അപ്രീസിയേഷൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങുന്നു. റോബർട്ട് സാറിന് പ്രത്യേകിച്ച് വന്ദനം. ഇട്ടി സാറിനെ ഒത്തിരി നാളായി കണ്ടിട്ട് ഇങ്ങനെങ്കിലും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇട്ടി സാറിനെ ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നു. വലിയ സന്തോഷം. താങ്ക് യു. ഇട്ടി സാറെ, ഈ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഒത്തിരി ലിമിറ്റേഷനും അതിൻ്റെ കൂടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതിന് ക്ഷമ പറയേണ്ടി ഒന്നും കാര്യമില്ല. സാറിന് പറ്റുന്ന അബദ്ധം ഇന്ന് സാറിന് പറ്റിയെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പറ്റിക്കൊണ്ടിരിക്കും. ഇതിനു മുമ്പും ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോഴേ സിസ്റ്റത്തിൽ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റാരും ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ ഓരോന്നായിട്ട് ചോദിച്ച് അതിന്റെ ഉത്തരം സാർ പറഞ്ഞാൽ നല്ലതായിരിക്കും. ആദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാർഷിക വിളവിലെ ഇപ്പോഴേ ഉൽപാദന രംഗത്ത് ഓർഗാനിക് ഉൽപാദനം അല്ലെങ്കിൽ ഓർഗാനിക് പ്രോഡക്റ്റിന് നല്ല പ്രാധാന്യവും അതിനെ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഈ ഓർഗാനിക് കൃഷിയെ നമുക്ക് ശക്തമായിട്ട് പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുമോ? അത് ചിലപ്പോൾ
ഒരു ഇത്രയധികം ജനങ്ങളെ വസിക്കുന്ന അല്ലെ ജനപ്പെരുപ്പത്തിന്റെ വലിയ പ്രശ്നമുള്ള ഒരു രാജ്യം പട്ടിണിയിലേക്ക് പോകുവാനായിട്ട് അത് കാരണമാകത്തില്ലേ? അതുകൊണ്ട് ഈ ജൈവ കൃഷിയും നോർമൽ കൃഷിയും തമ്മിലുള്ള ഒരു അവസ്ഥയെപ്പറ്റി, അത് ഇന്ത്യക്ക് ഏത് രീതിയിൽ പോകാനാണ് അത് ബെറ്റർ? അത് തന്നെയല്ല, ജൈവ കൃഷിയുടെ പ്രോഡക്റ്റിന് വളരെ വിലയാണ് നമ്മുടെ രാജ്യത്ത് വാങ്ങുന്നത്. നമ്മുടെ രാജ്യത്തല്ല, ലോകത്തെല്ലായിടത്തും. അതുകൊണ്ട് ഈ വിഷയത്തില് സാറിന്റെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. സാറേ, ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്ത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ നമ്മുടെ സയന്റിഫിക് അഗ്രികൾച്ചർ പ്രാക്ടീസസും തന്നെയാണ്. എന്നാൽ ഈ നമ്മളെ ഓർഗാനിക് അഗ്രികൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്ന ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫാർമറിന് ഒരു പ്രീമിയം പ്രൈസ് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് റൈസിന് 1 കിലോയ്ക്ക് 50 രൂപ വിലയാണെങ്കിൽ ഒരു 100-125 രൂപ 1 കിലോയ്ക്ക് കിട്ടണം. അപ്പൊ അത് ഓർഗാനിക് സർട്ടിഫിക്കേഷനോട് കൂടി എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. ഇപ്പം ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, ഓർഗാനിക് ടീക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കാരണം ടീയിൽ തന്നെയാണ് ഒത്തിരി പെസ്റ്റിസൈഡ്സിന്റെ ഒരു യൂസ് വരുന്നത്. അപ്പൊ ഇത് ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. എന്നാൽ ഇന്ന് പരമ്പരാഗത കൃഷി വികാസ് യോജന എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് പ്രോഗ്രാമിൽ തന്നെ ലോക്കൽ ലെവലിൽ ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ് ഉണ്ട്. അതിന് വലിയ, അതായത് ഇതിന്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എക്സ്പോർട്ട് ലെവലിൽ പെസ്റ്റിസൈഡ്സിന്റെ ഇത് കുറച്ചുകൊണ്ടുള്ള ഒരു ഓർഗാനിക് കൾട്ടിവേഷനും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയാ ശബത്ത് ഓഫ് ദ ഇയർ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് കാണാം. അതായത് ഈ നാച്ചുറൽ ഫാമിംഗ് നമുക്ക് നമ്മുടെ സോയിൽ മൈക്രോ ഓർഗാനിസം, സോയിലിന്റെ ഹെൽത്ത് റീകൂപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഫാമിങ്ങിൽ നമ്മളെ ജീവാമൃതം, നമ്മളെ പഞ്ചകാവ്യ, ജീവാമൃതം, ഇതൊക്കെയാണ് നമ്മളെ മറ്റേ ബീജാമൃതം ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് സോയിൽ മൈക്രോബിയൽ ലോഡ് കൂട്ടുകയും അത് നമ്മുടെ സോയിലിന്റെ ഹെൽത്തിനെ നന്നാക്കാനും ഒക്കെ നല്ലതാണ്. അത് ഒരു ട്രഡീഷണൽ രീതിയെയും അതായത് ടെക്നോളജികളെയും ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു കൾട്ടിവേഷൻ പ്രാക്ടീസാണ്. ഓർഗാനിക്കിന്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ബേസിക്കലി നമ്മളൊരു കൃഷി ചെയ്യുമ്പം ഏത് സയന്റിഫിക് പ്രാക്ടീസ് നമ്മൾ പറയുന്ന ഒരു 17-20 ടണ്ണോളം ഓർഗാനിക് അഡീഷൻ പെർ ഹെക്ടർ നമ്മുടെ മണ്ണിൽ ആഡ് ചെയ്യണമെന്നാണ്. നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ രാസവളം മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കൃഷി വരുന്നത്. അപ്പോൾ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷേ നമുക്ക് ഒരു ഗവൺമെന്റ് ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താല്പര്യമുള്ളവർക്ക് നാച്ചുറൽ ഫാമിങ്ങിലേക്കും അല്ലെ ഓർഗാനിക് ഫാമിങ്ങിലേക്കും ചെയ്യാം. കാരണം ഒരു വേ ഓഫ് ലൈഫായിട്ട് കൊണ്ടുപോവുകയും, എന്നാൽ കൊമേഴ്ഷ്യൽ കൾട്ടിവേഷൻ അല്ലെങ്കിൽ സയന്റിഫിക് കൾട്ടിവേഷൻ മാനേജ്മെന്റ് പ്രാക്ടീസസ് നമ്മുടെ എന്താ പറയാ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതില് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഒരു സയന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ മറ്റേ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഇൻഓർഗാനിക് കൾട്ടിവേഷൻ, സയന്റിഫിക് കൾട്ടിവേഷൻ പ്രാക്ടീസസിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത്. അതായത് ഓർഗാനിക്കും ഒരു ഇത് രണ്ടും കൂടെ ബയോളജിക്കൽ കൺട്രോളും അല്ലെങ്കിൽ കെമിക്കൽ കൺട്രോളും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാനേജ്മെന്റ്, ബയോ കൺട്രോൾ, പെസ്റ്റ് കൺട്രോൾ മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഓർഗാനിക്കും ഇൻഓർഗാനിക്കും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടൊരു ന്യൂട്രീഷണൽ മാനേജ്മെന്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസോസ്പൈറലം, അസറ്റോബാക്ടർ, റൈസോസ്, ഇതൊക്കെ നമ്മുടെ പ്ലാന്റിന്റെ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. അപ്പം വളം നമുക്കൊരു 20-25% നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇത് യൂസ് ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ സോയിൽ ടെസ്റ്റ് ബേസ്ഡിലുള്ള ഒരു ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ, അതും നമുക്ക് വളത്തിന്റെ ഒരു അളവ് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇതിനെല്ലാം അതിൻ്റെ ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് നമുക്ക് സയന്റിഫിക് മാനേജ്മെന്റ് പ്രാക്ടീസസ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മളെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു പേഴ്സണൽ യൂസിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു റിക്വയർമെന്റിന് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാച്ചുറൽ ഫാമിങ്ങോ ഓർഗാനിക് കൾട്ടിവേഷൻ നമുക്ക് അവലംബിക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുമ്പം, നമുക്ക് ഓർഗാനിക് ചെയ്യുമ്പം ഇപ്പം നന്മ, മേന്മ പോലുള്ള നമുക്ക് പല ബയോ പെസ്റ്റിസൈഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ പെസ്റ്റിന്റെ ഒരു ഇത് നമ്മളൊരു 3-4 ദിവസം കൂടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീണ്ടും സ്പ്രേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ഇപ്പം ഈ ഗ്രീൻ പെസ്റ്റിസൈഡ്സ്, ഇപ്പം ഇമിഡ ക്ലോറോപ്പഡ് എന്ന് പറഞ്ഞുള്ള കെമിക്കൽസ് ഒക്കെ ഒരു 0.5-0.2 ml ഒക്കെ മതി നമുക്കൊരു ലിറ്ററിൽ യൂസ് ചെയ്യാൻ. അപ്പൊ വളരെ കുറച്ച് യൂസേ ഉള്ളൂ. പിന്നെ സോയിലിൽ ഡിഗ്രേഡ് ചെയ്ത് പോകുന്ന കെമിക്കൽസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ കെമിക്കലിനെ പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമ്മുടെ നാച്ചുറൽ റിജുവിനേഷന് വേണ്ടി ഓർഗാനിക് ഫാമിങ്ങും നാച്ചുറൽ ഫാമിങ്ങും നല്ലതാണ്. പക്ഷെങ്കിൽ സയന്റിഫിക് അഗ്രികൾച്ചർ പ്രാക്ടീസസ് നമ്മുടെ നേഷന്റെ ഫുഡ് സെക്യൂരിറ്റിക്കും ഒക്കെ അത്യാവശ്യമാണ്.
അപ്പോൾ അതുകൊണ്ട് ഒന്നിനെയും തള്ളുന്നില്ല എന്നേ പറയാനും പറ്റുള്ളൂ. താങ്ക് യു. അടുത്തതായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ മഴവെള്ള സംരക്ഷണം ഈ ഒരു കേരളം പോലുള്ള ഒരു സ്റ്റേറ്റില് ഇത്രയധികം മഴ ലഭിച്ചിട്ടും വലിയ വരൾച്ച ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഈ ഏപ്രിൽ മെയ് മാസങ്ങളാകുമ്പോഴത്തേക്ക്. അത് കൃഷിയും സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ കൃഷിയുടെ ഈ ഈ മഴവെള്ള സംരക്ഷണവും യോജിച്ച ഉള്ള ഒരു പ്രവർത്തന രീതി ഇന്ന് നിലവിലുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനത്തിന് സാധ്യതയില്ല. കാര്യം കൃഷി ഡിപ്പാർട്ട്മെന്റുകാർ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു കാലത്ത് അനവധി കണ്ടങ്ങളും കുളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥലത്തൂടെ ഒക്കെ പോകുമ്പോൾ അവിടെ ബിൽഡിങ്ങുകളാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മൾ തന്നെ നമുക്ക് ദോഷം വരുത്തി വെച്ചതാണെന്ന് ഉള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മുടെ പാടങ്ങളും കുളങ്ങളും എല്ലാം നികത്തി, കാവുകൾ നഷ്ടപ്പെട്ടു. ഈ ഒക്കെയുള്ള അവസ്ഥയുടെ സാധ്യത ഫലമാണ്. സാറ് മുമ്പേ പറഞ്ഞതുപോലെ ടൈൽസ് ഇടുന്നു, പരമാവധി സിമെന്റ് റോഡുകളും അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ വെള്ളം നമുക്ക് സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് സ്റ്റേറ്റിന് നിയമപരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ വീട് പണിയുമ്പോൾ മറ്റ് സ്റ്റേറ്റുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം തന്നെ ഈ മഴവെള്ളം സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടെ, അതിനൊരു പ്രത്യേക ടാങ്ക് കൂടെ ടോപ്പിൽ നിന്ന് ആ ടാങ്കിലോട്ട് വെള്ളം പോകുന്ന ഒരു രീതിയൊക്കെ നിർബന്ധമായിട്ട് ടൗൺ പ്ലാനിങ് വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്കും കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ട് ഈ മഴവെള്ള സംരക്ഷണത്തെ പറ്റി സാറിന്റെ അഭിപ്രായം ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. സാറേ, ഇതിൻ്റെ അകത്ത് ബേസിക്കലി നമുക്ക് പറഞ്ഞ ലാൻഡ് ഡെവലപ്മെന്റ് പ്ലാനും ലാൻഡ് യൂസ് പ്ലാനും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് പർപ്പസിനാണ് ലാൻഡ് യൂസ് ചെയ്യുന്നത്, ഇപ്പം അഗ്രികൾച്ചർ പർപ്പസ് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലാൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ നമുക്ക് ആവശ്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ അട്ടപ്പാടി ഞാൻ വർക്ക് ചെയ്ത്, ഇപ്പം അവിടെ 1950 ശേഷം അവിടെ ഡീഗ്രേഡ് ആയി ലാൻഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ച് കൊണ്ടുപോവുകയും സോയിൽ ഇറോഷൻ കൊണ്ട് അവിടുത്തെ നഷ്ടപ്പെടുകയും, ഈ ചില ഏരിയാസിൽ നമുക്ക് മിക്കവാറും ഏരിയയിൽ ഒരു 1500 താഴെ ആണ് റെയിൻഫോൾ നമുക്ക് കിട്ടുന്ന സംഗതി. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ് പ്ലാനിന്റെ ബേസിസിലുള്ള ലാൻഡ് ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടാകണം. അപ്പം അതായത് ഇപ്പം നമ്മുടെ സ്ഥലങ്ങളിൽ നമുക്ക് മഴക്കുഴികൾ, ഞാൻ നേരത്തെ പറഞ്ഞ മഴക്കുഴികൾ കുഴിക്കാം. ഇപ്പം KVK എടുത്താൽ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2006-7 കാലഘട്ടത്തിൽ അവിടെ വരുമ്പം നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. നമ്മൾ അവിടെ കൺസർവേഷൻ പ്രോഗ്രാം കൊണ്ടുവന്ന് അവിടുത്തെ എല്ലാ ബിൽഡിങ്ങിൽ നിന്നും കൊണ്ടുവന്നിട്ട് വെള്ളം കൊണ്ടിട്ട് നമ്മൾ അത് വലിയ ഫെറോസിമെന്റ് ടാങ്ക് പണിതിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറക്കണ്ട, ഇതിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വലിയ കുഴി കുഴിച്ചിട്ട് കുഴിയിലേക്ക് വെള്ളം അത് ടാങ്കിൽ നിന്നുള്ള ഇറക്കുക. അപ്പം അങ്ങനെ വരുമ്പം നമ്മുടെ സബ്സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും റീചാർജ് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പം അങ്ങനെ കുറേ ഏരിയയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ഉള്ള ചില കുളങ്ങൾ, അതിൻ്റെ അകത്തെ വെള്ളം വാട്ടർ ലെവൽ 1 മുതൽ 2 മീറ്റർ വരെ പീക്ക് പീരീഡിൽ നമുക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ട്. അപ്പം വാട്ടർ കൺസർവേഷൻ എന്നുള്ളത് ഈ ഒരു ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി അല്ല, ഇതൊരു ഇൻഡിവിജ്വൽസിൻ്റെയും അതുപോലെ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഗള്ളി പ്ലഗിങ്, നമ്മൾ ഫോർ എക്സാമ്പിൾ പറയും നമ്മൾ പറയും ഈ ആറ് ഇപ്പൊ ഫ്ലഡ് ചെയ്യുന്നെന്ന് പറയും. ഇപ്പൊ നമ്മുടെ ഈ ഫ്ലഡിന്റെ സമയത്ത് എക്കലുകൾ മുഴുവൻ വന്ന് നമ്മുടെ ആറുകളിൽ മൂടി അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ശരിക്കും ഡീസിൽറ്റിങ് ഒരു റിക്വയർമെന്റ് ആണ്. നമ്മുടെ ഇപ്പം ചെക്ക് ഡാംസ് ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മൾ ഡാം കെട്ടുന്നുണ്ടാകും. അത് ഡീസിൽറ്റിങ് നമ്മുടെ ചെറിയ ഗള്ളികളാണെങ്കിൽ പോലും ചെറിയ ചെക്ക് ഡാമുകൾ കെട്ടും നമ്മൾ, കല്ലുകൊണ്ടുള്ളതും അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് കെട്ട. അപ്പൊ അത് ഡീസിൽറ്റിങ് ചെയ്ത് കഴിയുമ്പോഴേ പിന്നെ വെള്ളം, അല്ലെന്നുണ്ടെന്ന് വെച്ചാൽ ഇത് മണ്ട ആ ലെവലിൽ സെഡിമെന്റേഷൻ ഉണ്ടായിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒഴിയുമ്പോൾ വീണ്ടും ഫ്ലഡ് ആയിട്ട് മാറുകയാണ്. അപ്പം ഈ കൺസർവേഷൻ ഫാക്ടേഴ്സ് ഒരു ലാൻഡ് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ സ്ലോപ്പിന്റെ അനുസരിച്ചുള്ള ഒരു കൾട്ടിവേഷൻ പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവരും. ഇപ്പം 30% 40% സ്ലോപ്പിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചി കൃഷി ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ രാമച്ചം വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുമ്പം ഇത് എലോങ് ദ സ്ലോപ്പും അക്രോസ് ദ സ്ലോപ്പും ഉണ്ട്. ഇപ്പം അക്രോസ് ദ സ്ലോപ്പാണ് വെക്കേണ്ടത്, എലോങ് സ്ലോപ്പ് വെച്ചാൽ മുകളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഒഴിച്ച് താഴേക്ക് വരുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഈ ഓടിപ്പോകുന്ന വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് വ്യക്തികൾക്കും ആസ് എ കമ്മ്യൂണിറ്റി ഉണ്ട്. അത് നമ്മൾ എൻഷുർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ വെള്ളത്തിന്റെ ഷോർട്ടേജ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഇപ്പം ഓപ്പൺ പ്രിസ്റ്റൻ ഉണ്ട്. നമ്മൾ
ഫെർട്ടിലൈസറും ഇതും കൂടെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൽ കൂടെ തന്നെ കൊടുത്ത് നമുക്ക് പ്ലാന്റിന് കൊടുത്തിട്ട് അപ്പം നമ്മളൊരു 300-400 ലിറ്റർ വെള്ളം യൂസ് ചെയ്യുന്നിടത്ത് ഒരു 40-50 ലിറ്റർ വെള്ളം ഒരു ആഴ്ചയിൽ, അല്ലെങ്കിൽ ഒരു 60 ലിറ്റർ പ്ലാന്റിൻ ക്രോപ്പ് അനുസരിച്ച് നമുക്കൊരു 80 ലിറ്റർ വെള്ളം വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൻ്റെ യൂസേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു. ഞാൻ അവസാനമായിട്ട്, ഒത്തിരി ചോദ്യങ്ങളുണ്ട്, സമയപരിമിതിയുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. നമ്മൾ ഈ പല കാർഷിക എക്സിബിഷനുകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ ഒന്നാമത് ഈ ഫുഡിൽ നിന്ന്, പ്രത്യേകിച്ച് ചക്കയുടെ കാര്യം, ഇപ്പം കുറെ കൂടെ ചക്ക പത്തനംതിട്ടയിലെ ഔദ്യോഗിക ഉൽപാദനമായിട്ടൊക്കെ അംഗീകരിച്ചതുകൊണ്ട് ചക്കയ്ക്ക് കുറെ കൂടെ അന്തസ്സ് വന്നിട്ടുണ്ട്. എന്നാൽ പോലും പല കൃഷി ഐറ്റംസിനും വേണ്ട രീതിയിലുള്ള പ്രോസസ്സിങ്ങും അത് ഉപയോഗിക്കുന്നില്ല. പ്രത്യേകിച്ച് കപ്പ. ഈ തായ്ലൻഡ്, കംബോഡിയയിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങള് വളരെ രുചിയുള്ള, പ്രത്യേകിച്ച് തായ്ലൻഡിൽ നിന്ന് ഒരു കുഴലപ്പത്തിന്റെ ഷേപ്പുള്ള ഒരു ഉൽപ്പന്നം ഞാൻ പലവട്ടം വാങ്ങിയിട്ടുണ്ട്. അത് അതിന്റെ മെയിൻ ഐറ്റം കപ്പയാണ്. അങ്ങനെയുള്ള ഒത്തിരി കപ്പ വെച്ച അനവധി ഐറ്റംസ് ഉണ്ട്. പ്രത്യേകിച്ച് ലോകത്തിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ കപ്പ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് വളരെ ഗുണകരമായ, രുചികരമായ, വളരെ മികച്ച ഉൽപ്പന്നം കപ്പയിൽ നിന്ന്. ഒരു എക്സാമ്പിൾ കപ്പ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വളരെ മികച്ച രീതിയിലുള്ള അതിന്റെ ഉൽപ്പന്നങ്ങള്, ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ എക്സിബിഷനുകളിൽ കാണാം. നമ്മുടെ കാർഷിക എക്സിബിഷനുകളിൽ പലയിടത്തും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള ജൈവ വേസ്റ്റുകളിൽ നിന്നുണ്ടായ, സാർ തന്നെ നേരത്തെ പറഞ്ഞ പോലെ, അതിൽ നിന്ന് പല പാത്രങ്ങള് അതുപോലുള്ളതൊക്കെ ഉൽപ്പാദിപ്പിക്കാവുന്ന, പ്രത്യേകിച്ച് ഒരു എക്സിബിഷന് കരിമ്പിൻ ചണ്ടിയിൽ നിന്ന് കഴിക്കുന്ന പാത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനും അതും സംവിധാനം ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാളയിൽ നിന്ന് വളരെ മനോഹരമായ പാത്രങ്ങള് നല്ല രസകരമായ രീതിയിൽ യൂസ് ചെയ്യാവുന്ന, അത് വേണമെങ്കിൽ ഒരു വട്ടം അല്ല പലവട്ടം ഉപയോഗിക്കാവുന്ന പാത്രങ്ങൾ പോലും പാളയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ ഇതൊന്നും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് കാണുന്നില്ല. അതില് പ്രധാനമായിട്ട് ഈ ചെറിയ മെഷീൻ വെച്ച് ഉൽപ്പാദിപ്പിക്കാൻ വലിയ കോസ്റ്റാണ്. അതുകൊണ്ട് ആ ലെവലിൽ അത് പോയാൽ ലാഭകരമല്ല. എന്നാൽ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെയും കാർഷിക ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ സഹായത്തോടുകൂടി ആ ലെവലിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്തുകൊണ്ട് അത് ആരംഭിക്കാതിരിക്കുന്നു? അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എനിക്കൊന്നത് അവയർനെസിന്റെ കുറവാണ്. ബേസിക്കലി ഗവൺമെന്റിന് ഇതിനെല്ലാം പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ ഈ ഇപ്പൊ എന്റർപ്രണേഴ്സിന് അവർക്ക് ഫണ്ടിങ് സപ്പോർട്ട് കൊടുക്കാനും ട്രെയിനിങ് കൊടുക്കാനും. ഇപ്പം കപ്പയുടെ കേസിൽ നമ്മുടെ കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ് നമ്മുടെ CTCRI ശ്രീകാര്യത്തുണ്ട്. നമുക്ക് അവർക്ക് തന്നെ ഈ കപ്പയുടെ ഒരുപാട് വാല്യൂ ആഡഡ് ടെക്നോളജിക്കൽ പ്രോഡക്ട്സ് നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ തന്നെ റിട്ടോർട്ട് ചെയ്ത് കപ്പ പുഴുങ്ങി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം KVKയിലും അങ്ങനെയുള്ള ടെക്നോളജികളും ട്രെയിനിങ്ങുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള അതെന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിലിൽ ഉണ്ടാക്കുമ്പം അവർക്കത് ലോക്കലി തന്നെ അത് വിറ്റ് പോകുന്ന രീതികൾ പലപ്പോഴും കാണുന്നുണ്ട്. പിന്നെ വരുന്ന ഒരു ലാർജ് സ്കെയിൽ, ഒരു കൊമേഴ്സ്യൽ ലെവലിൽ ചെയ്യുന്ന ആളുകൾ കൂടുതൽ അവർ റിസോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ടിലേക്ക് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു രീതി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഞാനതാ പറഞ്ഞത്, നമ്മളൊരു ഇങ്ങനെയുള്ള റിസോഴ്സസ് ശരിക്കും നമ്മളൊരു കുറച്ചുകൂടെ ഒരു എന്റർപ്രൈസിംഗ് ആയിട്ട് ഒരു എന്റർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു റിക്വയർമെന്റ് നമുക്ക് ഉണ്ട് തീർച്ചയായിട്ടും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ചുകൂടെ വാല്യൂ കിട്ടുന്ന, ഇപ്പം പുല്ലാടൻ കപ്പ എന്ന് പറയുന്ന കപ്പയ്ക്ക് ഒരു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടുകയാണെങ്കിൽ അതിനൊരു മാർക്കറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. എക്സ്പോർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പം അത്തരത്തിലേക്കുള്ള ഒരു ഇന്റർവെൻഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാറിന്റെ എല്ലാ ആൻസറുകളും വളരെ യൂസ്ഫുൾ ആയിരുന്നു, വളരെ കറക്റ്റ് ആയിരുന്നു. ഇനി നമ്മുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മള് വോട്ട് ഓഫ് താങ്ക്സ് പറയും. അതിനുശേഷം പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് ആണ് നമ്മൾ പിരിയുന്നത്. ഈ രാജു അഞ്ചേരി അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുന്നു പ്രാർത്ഥിച്ച ആശീർവാദം പറയണമെന്ന്. അതിനു മുമ്പേ
ബെന്നി തോമസ് പരിമണം ലൈറ്റർ ടു ലൈറ്റിന്റെ അഡ്മിന്മാരിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഹോസ്റ്റായിട്ടും സാങ്കേതിക കാര്യങ്ങളൊക്കെ നോക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ ഫോട്ടോ താങ്ക്സിന് വേണ്ടി വിളിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 207ാമത് ലൈവ് വെബിനാറിൽ ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ഡോക്ടർ CP റോബർട്ട് സാർ. ഇന്ന് നമ്മൾ മോഡറേറ്ററായിട്ട് നിശ്ചയിച്ചിരുന്നത് AV ഇട്ടി സാറിനെ ആയിരുന്നു. എന്നാൽ ചില സാങ്കേതിക തകരാറ് മൂലം സാറിന് അത് ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അതിന് പകരമായിട്ട് ഇന്ന് മോഡറേറ്റർ എന്ന ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിൻമാരിൽ പ്രധാനിയായിരിക്കുന്ന ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാർ, ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഏവരുമേ, അനുഗ്രഹീതമായി 207ാമത് ലൈവ് വെബിനാർ പൂർത്തീകരിക്കുവാനായിട്ട് സഹായിച്ച ദൈവകൃപയ്ക്ക് പ്രാരംഭമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ശ്രവിച്ചത്. ആത്മീയതയും കൃഷിയും ക്രിസ്തീയ വീക്ഷണത്തിൽ എന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയം ഇന്ന് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ CP റോബർട്ട് സാറാണ്. വ്യത്യസ്തമായ വിഷയം എന്ന് പറയുമ്പോൾ ആ വ്യത്യസ്തമായ വിഷയത്തെ നമുക്ക് ഇന്ന് ഉൾക്കൊള്ളുവാൻ സാധിച്ചെങ്കിൽ ഈ പ്രഭാഷണം കൊണ്ട് വളരെയധികം അർത്ഥമുണ്ടായി, അതൊരു വിജയകരമായി തീർന്നു എന്ന് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് ഇടയാകും. ഇന്നത്തെ ഈ വിഷയത്തില് പ്രിയപ്പെട്ട റോബർട്ട് സാർ ദൈവം മനുഷ്യർക്ക് ഭൂമിയിൽ നൽകിയിരിക്കുന്ന കാര്യ വിചാരകത്വത്തെ എപ്രകാരം നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് ആമുഖമായി പറയുകയുണ്ടായിരുന്നല്ലോ. കൃഷിയെയും അതുപോലെ തന്നെ കൃഷി രീതിയെയും ബൈബിൾ വചനങ്ങളുമായിട്ട് ചേർത്തുകൊണ്ടുള്ള ഒരു ആമുഖ വിശദീകരണത്തിൽ കൂടി തന്നെ എപ്രകാരമാണ് ആത്മീയതയും കൃഷിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മലയാളിയുടെ പരമ്പരാഗതമായ കാർഷിക സംസ്കാരത്തെ ഇന്ന് പലരും മറന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രകാരമുള്ള സംഭാഷണമൊക്കെയും നമ്മളുടെ ഉൾക്കാഴ്ചകളെ തുറക്കേണ്ടതാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള അർത്ഥശങ്കയില്ല. നമ്മൾക്കെല്ലാവർക്കും ഒരുപക്ഷെ നമ്മൾ വായിച്ചിട്ടുള്ളതായിരിക്കും SK പൊറ്റക്കാടിന്റെ വിഷകന്യകയിൽ നമ്മളുടെ പൂർവികർ എപ്രകാരമാണ് മലബാറിലോട്ടൊക്കെയും കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി കുടിയേറി എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് നമ്മളുടെ കൃഷി പാരമ്പര്യത്തെ മുറുകെ പിടിച്ചത്. നമുക്ക് അതൊക്കെ വായിക്കുമ്പോഴേ മനസ്സിലാകും. എന്നാൽ ഇന്നത്തെ തലമുറ സാർ ഇവിടെ പറയുകയുണ്ടായി, യുവാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെയും വളരെയധികമായിട്ടുള്ള പ്രോഗ്രാം കൃഷി വിജ്ഞാന കേന്ദ്രം നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അതിലൊക്കെയും എപ്രകാരമാണ് ഇന്നത്തെ തലമുറ പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് നാം വാസ്തവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ സഭയായി എപ്രകാരം നമ്മൾ ഈ കാർഷിക വൃത്തിയെ മുന്നോട്ട് കൊണ്ടുപോകണം, കാർഷിക സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് സാറിന്റെ പ്രഭാഷണത്തിലൂടെ ഇന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ അപ്രകാരമുള്ള ഒരു മാതൃക മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രഭാഷണം നടത്തുവാനായിട്ട് സാറ് കാണിച്ച നല്ല മനസ്സിനെയും അതുപോലെ തന്നെ സാറിന്റെ തിരക്കു പിടിച്ച ഈ സമയത്തിൽ അല്പസമയം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ ആത്മീയതയും കൃഷിയും ക്രിസ്തീയ വീക്ഷണത്തിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പുതിയ അറിവ്, വളരെയധികം ഉൾക്കാഴ്ചകളെ നമുക്ക് തരുവാനായിട്ട് ഇടയായി. സാറിനോട് ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുകയാണ്. തുടർന്നും ഇപ്രകാരമുള്ള ചർച്ചകൾ, ഇപ്രകാരമുള്ള പ്രഭാഷണങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മീറ്റിങ്ങിനെ മോഡറേറ്റർ ആയിട്ടിരുന്ന ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിൻപാൽ പ്രധാനിയായിട്ടിരിക്കുന്ന ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. അവിചാരിതമായിട്ടാണ് ഇന്ന് മോഡറേറ്റർ ആയത്. എന്നാലും വളരെ മനോഹരമായി ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ആമുഖം പറയുവാനും ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെയും സാറിലൂടെ നമുക്ക് സാധിച്ചു. സാറിനെ പറ്റി പറയുമ്പോൾ പല മീറ്റിങ്ങുകളിലും എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു അസാമാന്യമായ പ്രതിഭയുള്ള ഒരു വ്യക്തിത്വമാണ്. പല ഫീൽഡിലാണ് സാറിന്റെ പ്രതിഭയുള്ളത്. ഈ പ്രതിഭയൊക്കെയും ഇപ്പോൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇപ്രകാരം ഒരു വെബിനാർ ക്രമീകരിക്കുക എന്ന് പറയുന്നത് വളരെയധികം അധ്വാനം വേണ്ടുന്ന ഒരു സംഗതിയാണ്. അത് യാതൊരു വിധമായിട്ടുള്ള മുടക്കം കൂടാതെ 207 വെബിനാറിൽ എത്തി നിൽക്കുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. പലപ്പോഴും നമ്മളൊക്കെയും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ലാസ്റ്റിൽ സാറിലൂടെ നമ്മൾക്ക് ചോദ്യങ്ങളായി വരുമ്പോൾ അതും
കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്കൊക്കെയും വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്നാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട വിൽസൺ കരിമ്പന്നൂർ സാർ ഇപ്പോൾ അമേരിക്കയിലാണ്. അടുത്ത ആഴ്ച തിരിച്ച് വീണ്ടും ഇന്ത്യയിലോട്ട് പോകാനായിട്ട് സാർ ആഗ്രഹിക്കുന്നു. ഇവിടെ ആയിരിക്കുമ്പോഴും ഈ മീറ്റിങ്ങുകളൊക്കെയും യാതൊരു വിധമായിട്ടുള്ള മുടക്കം കൂടാതെ നടത്തുവാനായിട്ട് സാർ ശ്രമിക്കുന്നു. സാറിനോടുള്ള നന്ദി ഈ സമയത്ത് ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമ്മൾക്ക് മനോഹരമായിട്ടുള്ള ഗാനം ആലപിച്ചത് ഷാർജയിൽ നിന്നും മിസ്റ്റർ റോയ് കെ ജോർജ് ആൻഡ് ഫാമിലിയാണ്. വളരെ മനോഹരമായ രീതിയിൽ ഇന്നത്തെ ഗാനം കേൾക്കുവാനായിട്ട് ഇടയായി. പ്രത്യേകിച്ച് സ്വല്പം പഴയ ഗാനമാണ്. ഈ പഴയ ഗാനം ആ ശബ്ദത്തിൽ തന്നെ കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക അനുഭൂതിയാണ്, ഒരു പ്രത്യേക ദൈവസാന്നിധ്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രകാരം അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കും ശ്രീ റോയ് കെ ജോർജ് സാറ് നേതൃത്വം നൽകിയുണ്ടായി. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിനോട് കാണിച്ച ഈ സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. സ്റ്റഡി ഫോറത്തിന്റെ നേതൃത്വത്തിൽ സാറിനോടും കുടുംബത്തോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. നമുക്ക് പതിവ് പോലെ സൂം അറേഞ്ച് ചെയ്ത് തരുന്നത് ശ്രീ ജോസ് മാത്യു ആണ്. നെരൂർ മാർത്തോമാ ഇടവാംഗമാണ്. ജോസ് മാത്യുവിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രഭാഷണത്തിന് ശേഷം ചോദ്യങ്ങൾ ചോദിച്ചവർ, അതുപോലെ തന്നെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയവർ, ഇവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ, അതുപോലെ തന്നെ ഡി സുനിൽ അച്ഛനൊക്കെയും ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത പല ഭാഗങ്ങളിൽ നിന്നും ഇത്രത്തോളം നേരം ഈ മീറ്റിംഗ് കേട്ടുകൊണ്ടിരുന്ന പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഡോക്ടർ CP റോബർട്ട് സാറിനുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായിട്ടുള്ള ഒരു രാത്രി ആശംസിച്ചുകൊള്ളുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവമായ കർത്താവെ, ഞങ്ങളെ ഈ വെബിനാറിൽ ഞങ്ങൾക്ക് കൃഷിയോട് ബന്ധപ്പെട്ട ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചും സാമൂഹ്യ ധർമ്മത്തെക്കുറിച്ചും കേൾക്കുവാൻ തക്കവണ്ണം സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നേതൃത്വം നൽകിയ റോബർട്ട് സാറിനെ തിരിക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനോട് കൂടി ഇരുന്ന് ബലപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളിലൊക്കെ ഞങ്ങളുടെ കൃഷിയുമായിട്ടുള്ള ബന്ധത്തിൽ ഓരോ ദിവസവും ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന നിലയിൽ ഈ ലോകത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമായിട്ട് അവിടുന്ന് ഈ ലോകത്തിൽ ഞങ്ങളെ ആഗ്രഹിക്കുന്നു. ഈ പ്രപഞ്ചത്തെ സംരക്ഷിപ്പാനും ഞങ്ങളുടെ കൃഷിയിലൂടെ ഞങ്ങളുടെ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കോണം അവിടുന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പങ്കെടുത്ത എല്ലാവർക്കായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടിയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.